പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ പി ബി ജിജീഷ്. ജസ്റ്റ് റൈസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കേരളത്തിലെ സംരംഭകത്വത്തെക്കുറിച്ചാണ്. കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ലാൻഡ്സ്കേപ്പ് എങ്ങനെയാണ് മാറിത്തീർന്നിട്ടുള്ളത്, അതോ കേരളത്തെക്കുറിച്ച് കാലാകാലങ്ങളായി മാധ്യമങ്ങളും നമ്മുടെ മുഖ്യധാര സിനിമകളും എല്ലാം സൃഷ്ടിച്ചിട്ടുള്ള ഒരു വികസന വിരുദ്ധ നറേറ്റീവിനകത്ത് ഇപ്പോഴും നിലകൊള്ളുകയാണോ? കേരളത്തിൽ സംരംഭകർക്ക് എന്താണ് ഭാവി തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയം ചർച്ച ചെയ്യാൻ നമ്മളോടൊപ്പമുള്ളത് ശ്രീ രജിത് രാമചന്ദ്രനാണ്. ഫെയർ കോഡ് ഇൻഫോടെക്കിൻ്റെ കോ ഫൗണ്ടറും ബെവ്ക്യൂ എന്ന ആപ്പിലൂടെ നമുക്കെല്ലാവർക്കും സുപരിചിതനുമായ ശ്രീ രജിത് രാമചന്ദ്രന് സ്വാഗതം. നമസ്കാരം. നമുക്ക് ബേസിക് കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. കേരളത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ ഒരു ബിസിനസ് സംരംഭം, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാം എന്ന് പദ്ധതിയിടുന്നത് എപ്പോഴാണ്? ഞാൻ 2008 എൻജിനീയറിംഗ് പാസ് ഔട്ട് ആയ ആളാണ്. അതിനുശേഷം ഏകദേശം ഒരു 12 വർഷം ഞങ്ങൾ പല IT ഇൻഡസ്ട്രി, പല സ്ഥാപനങ്ങളിലായിട്ട് ജോലി ചെയ്ത ആളുകളാണ്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ നമ്മളുടെ ടെക്നോളജി എക്സ്പെർട്ടൈസ് നമുക്ക് പല മേഖലകളിൽ ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു സർവീസ് സ്റ്റാർട്ടപ്പാണ്. ഓക്കെ, അപ്പോൾ IT സർവീസ് സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്ന നമ്മളുടെ ടെക്നോളജി എക്സ്പെർട്ടൈസ് ഉപയോഗിക്കാൻ പറ്റുന്ന മേഖലകൾ പലതും ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഒരു സ്റ്റാർട്ടപ്പ് സംരംഭം എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. അപ്പോൾ അതിന് കൂടെ നമ്മുടെ കൂടെയുള്ള ആളുകൾ, ഇപ്പോൾ ഞാൻ മുന്നേ വർക്ക് ചെയ്ത കമ്പനിയിലുണ്ടായിരുന്ന ആളുകൾ, അതിനകത്ത് ഞങ്ങളൊരു പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ടിട്ട് നിന്ന ആളുകൾ. സോ അതിൻ്റെ ഭാഗമായിട്ട് നിന്ന ആളുകൾ തന്നെ ഇപ്പുറത്തേക്ക് നമുക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് തുടങ്ങുക എന്നുള്ളത്, തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചന വളരെ ഈസി ആയിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് പിന്നീട് ഇപ്പോൾ കൃത്യമായിട്ട് ഞങ്ങൾ തുടങ്ങിയ സമയത്ത് എത്ര പേരായിരുന്നു തുടക്കത്തിൽ? ഞങ്ങൾ ആക്ച്വലി നമ്മുടെ കമ്പനിയുടെ ഭാഗമായിട്ടുള്ളത്, പ്രധാനമായിട്ട് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളത് 3 പേരാണ്. ഞങ്ങൾ കമ്പനി തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് 16 പേര് മൊത്തത്തിൽ ഞങ്ങളുടെ കമ്പനിക്കകത്ത് ഉണ്ടായിരുന്നു. 16 പേരായിട്ടാണ് നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു കൈൻഡ് ഓഫ് ഒരു ടേക്ക് ഓവർ പോലുള്ളൊരു സ്റ്റാർട്ടിങ്ങാണ് ഞങ്ങൾ ശരിക്കും ചെയ്തത്. അതായത് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റും ക്ലയൻസും എംപ്ലോയീസും അടക്കമുള്ള കമ്പനിയെ നമ്മൾ ടേക്ക് ഓവർ ചെയ്യുന്ന മോഡലിലാണ് നമ്മൾ പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങളുടെ പുതിയതായിട്ടുള്ള ഒരു സംരംഭമായിരുന്നില്ല എന്നാണോ? അല്ല, ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. അങ്ങനെ, അതായത് നമ്മളത് അതുമായി ബന്ധപ്പെട്ട് നിന്ന ആളുകൾ അതിനകത്തുനിന്ന് മാറി പോകുമ്പോൾ നമ്മൾ ആ സംരംഭം ഏറ്റെടുത്ത് നടത്തുന്ന ഒരു മോഡലിലേക്ക് നമ്മൾ പുതിയൊരു സംരംഭം, പുതിയ ആളുകളെ കൂട്ടി ആണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓപ്പൺ സ്കൂളുമായിട്ട്? അതെ, ഓപ്പൺ സ്കൂളായിട്ട് ബന്ധപ്പെട്ട്. ഓപ്പൺ സ്കൂളായിരുന്നു ഞങ്ങളുടെ പഴയ കമ്പനിയുടെ പ്രൊഡക്റ്റ്. എന്താണ് ആ പ്രൊഡക്റ്റ് എന്തായിരുന്നത്? അതൊരു സ്കൂൾ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആണ്. സ്കൂൾ മാനേജ്മെൻറ്റ് മീൻസ് സ്കൂളിലെ എൻ്റയർ ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നൊരു ERP എന്ന് പറയാം. ERP എന്ന് പറഞ്ഞാൽ? ERP എന്ന് പറയുമ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു എന്താ പറയുക, അതിൻ്റെ ഫുൾ ഫോം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ റിസോഴ്സ് പ്ലാനിങ്, അതായത് വലിയ എൻ്റർപ്രൈസസിനകത്ത് എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അവിടെ എല്ലാ റിസോഴ്സസും, അത് ഹ്യൂമൻ റിസോഴ്സസ് ആവാം, അവിടുത്തെ കമ്പ്യൂട്ടറുകളാവാം, അവിടുത്തെ വണ്ടികളാവാം, എല്ലാ റിസോഴ്സുകളും ഹാൻഡിൽ ചെയ്യുന്ന, ഈ അവർലി ബേസിൽ വർക്ക് ചെയ്യുന്ന, പൈസ കൊടുക്കേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങളും ബന്ധപ്പെട്ടുള്ള എല്ലാം പ്ലാനിങ് ചെയ്യാനും മാനേജ് ചെയ്യാനും ഉപയോഗിക്കുന്നതാണ് ഒരു ERP എന്ന് പറയുന്നത്. വീണ്ടും ഞാൻ അടിസ്ഥാന കാര്യത്തിലേക്ക് വരികയാണ്. എന്താണ് ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ? നമ്മൾ സാധാരണ വ്യവസായ സംരംഭങ്ങളിൽ നിന്ന് സ്റ്റാർട്ടപ്പ് എങ്ങനെയാണ് വ്യത്യസ്തമാവും? സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നൊക്കെ നമ്മൾ പറയുന്ന ടെക്നോളജി അവരുടെ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പുതിയ കമ്പനിയെ നമുക്കൊരു സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കാം. അതൊരു പ്രൊഡക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സർവീസ് ആയിരിക്കാം. ഇതിനു വേണ്ടി നമ്മൾ IT അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ഉപയോഗിച്ചിരിക്കുന്ന, അതാണ് അതിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് നമുക്ക് പറയുമ്പോൾ. എനിക്ക് ലളിതമായിട്ട് പറയാനാണെങ്കിൽ നമ്മൾ ഒരു ഓപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന, ഇപ്പോൾ നിലവിൽ എല്ലാ കമ്പനിക്കും ഞാനീ പറഞ്ഞ IT സപ്പോർട്ട് ഇല്ലാതെ ഒരു കമ്പനിയും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. സോ നിലവിലൊരു പുതിയ സംരംഭം റീസെൻ്റ്ലി അല്ലെങ്കിൽ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന, ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഏതൊരു ഒരു പുതിയ സംരംഭത്തിനെ നമുക്ക് ഒരു സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ പദ്ധതി നിങ്ങൾ ഐഡിയലൈസ് ചെയ്ത് തുടങ്ങിയ സമയം മുതൽ ഫെയർ കോഡിൻ്റെ ഇന്ന് വരെയുള്ളൊരു യാത്ര ഒന്ന് ഹ്രസ്വമായി വിവരിക്കാം. ഷുവർ, തീർച്ചയായിട്ടും. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഓപ്പൺ സ്കൂള്, അതിൻ്റെ ക്ലയൻസ്, അതുമായി ബന്ധപ്പെട്ട് നിന്ന ടീം, അപ്പോൾ അത് വെച്ചാണ് നമ്മൾ ഈ പുതിയ ഫെയർ കോഡ് എന്ന് പറയുന്ന കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2020 ഫെബ്രുവരിയിലാണ്. അപ്പോൾ 2020 ഫെബ്രുവരി, ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ആ സമയത്ത് നമ്മളിവിടെ കൊറോണ വന്ന് നിൽക്കുന്ന സമയമാണ്.
2020 ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ചൊക്കെ ആയപ്പോൾ ലോകം മുഴുവൻ ലോക്ക്ഡൗണിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകുന്ന അവസ്ഥ. ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളൊരു സർവീസ് സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ, അതായത് ഈ പറയുന്ന ഓപ്പൺ സ്കൂൾ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഞങ്ങൾക്ക് റീറൈറ്റ് ചെയ്തിട്ട് പുതിയൊരു രീതിയിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുമല്ലോ എന്ന് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് പാരലായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ടെക്നോളജി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പല ടെക്നോളജിയിൽ വർക്ക് ചെയ്ത് പരിചയമുള്ള കുറേ ആളുകളുടെ ഒരു ടീം നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിലും കൂടുതൽ ആളുകൾക്കാണെങ്കിലും ടെക്നോളജി നമുക്ക് എന്ത് പ്രൊജക്റ്റ് കിട്ടിയാലും ചെയ്യാം. അപ്പോൾ ഞങ്ങൾ US പ്രോജക്ട്സ് എല്ലാം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രൊജക്റ്റ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങുന്നത്. ബട്ട് ഈ സെയിം സിറ്റുവേഷനിലാണ് കൊറോണ വന്നതും നമുക്ക് അതിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ്ലി നിന്നുപോയി. ഒരു പ്രൊജക്റ്റ് അവർ നമുക്കുള്ള ഫണ്ടിങ് നിർത്തിവെച്ച് ഡെവലപ്മെൻറ്റ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം എന്ന രീതിയിലൊക്കെ. അതായത് അമേരിക്കൻ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അവരെപ്പോഴും വലിയ റിസ്ക്കിലേക്ക് പോവില്ല. അവർ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് അതുവരെയുള്ള പൈസ ലൈക്ക് ഇപ്പോൾ ഒരു $25,000 ആണെങ്കിൽ പോലും അവർക്ക് അത് ചെറിയ എമൗണ്ടാണ്. അവരവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യണം, കണ്ടിന്യൂ ചെയ്യാനുള്ള ശ്രമം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി അതിന് ശേഷം നമ്മൾക്കിവിടെ സ്റ്റാർട്ടപ്പുകൾക്ക് കേരളത്തിൽ ഗവൺമെൻറ് ആസ് എ മാർക്കറ്റ് പ്ലേസ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രൊജക്റ്റുകൾ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ പ്രൊജക്റ്റുകൾ കൊടുക്കുന്നൊരു രീതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 2016 ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള ഒരു വലിയ ചേഞ്ച് ആയിരുന്നു അത്. അപ്പോൾ അത് ഞങ്ങൾക്കറിയാം. അപ്പോൾ പക്ഷേ ഞങ്ങൾ വേറെ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ അത് നമ്മളാരും നോക്കിയിട്ടില്ല. അങ്ങനെ നോക്കുന്ന സമയത്താണ് നമ്മൾ ആദ്യമായിട്ട് ഞങ്ങൾക്ക് പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രൊജക്റ്റ് കൃത്യമായിട്ട് ഈ ഏപ്രിൽ ലാസ്റ്റൊക്കെ ആയപ്പോൾ ബീവറേജ് കോർപ്പറേഷൻ്റെ നമ്മുടെ KSBCയുടെ ഈ പറയുന്ന ബേക്യൂ, അത് ക്യൂ മാനേജ് ചെയ്യണം എന്ന റിക്വയർമെൻറ്റ് വരുന്നത്. ബേക്യൂ എന്ന പേര് അതിന് ശേഷം വരുന്ന പേരാണല്ലോ. അപ്പോൾ ഈ ഒരു റിക്വയർമെൻറ്റ് വന്നപ്പോൾ നമ്മൾ സ്റ്റഡി ചെയ്ത പ്രകാരം നമ്മൾക്ക് അതിൻ്റെ വലിയൊരു ലാർജായിട്ടുള്ള ഒരു കസ്റ്റമർ ബേസ് ഓൾറെഡി ബീവറേജ് കോർപ്പറേഷനുണ്ട്. അപ്പോൾ അത്രയും കസ്റ്റമേഴ്സ് അത് ഇതുപോലൊരു സാഹചര്യത്തിനകത്ത് ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത് വെച്ച് ഞങ്ങൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോൾ ബീവറേജ് കോർപ്പറേഷന് ഏകദേശം ഡെയിലി ഒരു 10 ലക്ഷത്തിൻ്റെ അടുത്ത് ഡെയിലി കൺസ്യൂമേഴ്സ് ഉണ്ട്. അതുകൂടാതെ വലിയ എന്തെങ്കിലും ലൈക്ക് നമ്മളുടെ ക്രിസ്മസോ ന്യൂ ഇയറോ അല്ലെങ്കിൽ ഓണം പോലുള്ള പരിപാടികളൊക്കെ വരുന്ന സമയത്ത് അത് 12 മുതൽ 15 ലക്ഷം വരെയൊക്കെ കൂടാനുള്ള ആ രീതിയിലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഞങ്ങളൊരു പുതിയ സംരംഭം തുടങ്ങുന്നു, അതിന് സർവീസസ് പ്രൊവൈഡായിട്ട് ആദ്യമായിട്ട് ഇങ്ങനൊരു പ്രൊജക്റ്റ് കിട്ടി, വലിയൊരു കസ്റ്റമർ ബേസുള്ള ഒരു ക്ലയൻറ്റിൻ്റെ പ്രൊജക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾ US മാർക്കറ്റാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിലും എവിടെ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിലും അത് ഭയങ്കര വലിയൊരു പോർട്ട്ഫോളിയോ ക്ലയൻറ്റാണ് ശരി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിന് അപ്ലൈ ചെയ്ത് ആ പ്രൊജക്റ്റ് അതിൻ്റെ സ്റ്റോറീസൊക്കെ പല സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും റിപ്പീറ്റ് ചെയ്യാം. 29 കമ്പനികൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ടെക്നോളജി പ്രപ്പോസലാണ് ഞങ്ങൾ ആദ്യം കൊടുത്തത്. അപ്പോൾ ഞാൻ ആ പ്രപ്പോസൽ കൊടുത്ത് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിലിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിനകത്തുനിന്ന് 5 കമ്പനികളെ 29 സ്റ്റാർട്ടപ്പുകളായിരുന്നു കൊടുത്തത്. അപ്പോൾ അതിനുശേഷം 5 കമ്പനികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ആ 5 കമ്പനികളിൽ നിന്നും ഫിനാൻഷ്യൽ പ്രപ്പോസൽ ക്ഷണിച്ചു. അതിനകത്ത് ഫിനാൻഷ്യൽ പ്രപ്പോസലിൻ്റെയും ടെക്നിക്കൽ പ്രപ്പോസലിൻ്റെയും, അതിന് ടെക്നിക്കൽ പ്രപ്പോസലിന് 70% വെയിറ്റേജും ഫിനാൻഷ്യൽ പ്രപ്പോസലിന് 30% വെയിറ്റേജുള്ളൊരു ഇതിനകത്ത് ഞങ്ങൾക്ക് ഒന്നാമതായിട്ട് ഞങ്ങളാണ് വന്നത്. ഞങ്ങൾക്ക് ആ പ്രൊജക്റ്റ് അവാർഡ് ചെയ്തു. പിന്നെ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന നമ്മളന്ന് ഒരു 15 ദിവസം കൊണ്ടൊക്കെ ഞങ്ങൾ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ട് റിലീസ് ചെയ്യുന്ന ഒരു രീതിയാണ് ആദ്യം വന്നത്. വളരെ മികച്ചൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ആദ്യത്തെ പ്രോജക്റ്റ് തന്നെ. തീർച്ചയായിട്ടും. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇത് ഒരുപാട് പേരുദോഷം ഉണ്ടാകുന്ന രീതിയിലേക്ക് ആദ്യ ദിവസങ്ങളിൽ ഒരുപാട് നെഗറ്റീവ് പ്രചാരണങ്ങൾ ഇതിനെക്കുറിച്ചുണ്ട്. മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടും. അതെ. ആ ഒരു അനുഭവത്തെ, ആ ഒരു പ്രതിസന്ധിയെ എങ്ങനെയാണ് തരണം ചെയ്തത്? തീർച്ചയായിട്ടും അത് ഇപ്പോൾ നമ്മൾക്ക് അതിനകത്ത് മീഡിയയെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നതൊഴിച്ച് ഞങ്ങൾക്ക് ആ പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ ക്ലയൻ്റായിട്ടുള്ള KSBC അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് മിഷൻ വഴി വന്നപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷനായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥർ അവരെ എങ്ങനെ മാനേജ് ചെയ്യുന്ന കുറിച്ചിട്ടൊന്നും ഞങ്ങൾക്ക് യാതൊരുവിധ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണെങ്കിലും ഇപ്പോൾ കോളേജിലൊക്കെ ഞാൻ പോളിടെക്നിക്കിൽ പഠിച്ചതിന് ശേഷമാണ് എഞ്ചിനീയറിങ്ങിന് പോയത്. അവിടെയൊക്കെ സംഘടനാ പ്രവർത്തനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിന്ന് ഈ ഹയർ ഒഫീഷ്യൽസായിട്ട് കമ്മ്യൂണിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഞാൻ ചെയ്തിട്ട് എനിക്ക് പരിചയമുണ്ട്. അതുകൊണ്ട് ആളുകളെ മാനേജ് ചെയ്യുക, അവർ വിശ്വാസത്തിലെടുത്തിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതിനകത്തുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടായിരുന്നു. അതിനകത്ത് നമുക്ക് മീഡിയ മാനേജ് ചെയ്തിട്ടുള്ള പരിചയം അന്നുമില്ല. ഇപ്പോൾ കുറച്ച് പഠിച്ചു വിടുന്നതേ ഉള്ളൂ, വളരെ കുറവായിരുന്നു. അപ്പോൾ മീഡിയ ഞങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് കിട്ടുന്ന ഞാൻ പറഞ്ഞ പോലെ ഏപ്രിൽ അവസാനത്തിലാണ് ഇത് തീരുമാനിച്ച് മെയ് 2-ാം തീയതി 3-ാം തീയതി മറ്റാണ് കേന്ദ്ര സർക്കാർ ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നുള്ള തീരുമാനത്തിലെത്തുന്നത്. അതിനുശേഷമാണ് നമ്മളവിടെ മെയ് 9-ാം തീയതി മറ്റാണ് ഇതിനുള്ള ഈ പ്രപ്പോസൽ ക്ഷണിക്കുന്നത്.
ഞാൻ 12-ാം തീയതി മറ്റാണ് പ്രപ്പോസൽ. എനിക്ക് ഈ ഡേറ്റുകളൊക്കെ ഒരുവിധം പിന്നെ പറഞ്ഞ് ഓർമ്മയുണ്ട് നന്നായിട്ട്. അപ്പോൾ 12-ാം തീയതി മറ്റേ ഞങ്ങൾ പ്രപ്പോസൽ കൊടുത്തിട്ട് ഈ ടെക്നിക്കൽ പ്രോസസ്സെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പ്രൊജക്റ്റ് കിട്ടുന്നത്. അതിനുശേഷം വർക്ക് ഓർഡർ കിട്ടുന്നത് 16-ാം തീയതിയാണ്. ഈ 16-ാം തീയതി മുതലാണ് ഞങ്ങൾ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ 10 ദിവസം കൊണ്ട് 10 ദിവസം കൊണ്ട് ഞങ്ങൾ അത്രയും വലിയൊരു അപ്ലിക്കേഷൻ, അത്രയും ബാക്കെൻഡ് വേണ്ട ഒരു അപ്ലിക്കേഷൻ ഞങ്ങൾ ലോഞ്ച് ചെയ്തു. പക്ഷേ നമ്മളുടെ അവിടുത്തെ മീഡിയ അതിനെ മാനേജ് ചെയ്ത് ഞങ്ങൾക്ക് ഏതോ വർഷങ്ങളായിട്ട് കിട്ടിയ 2-3 മാസമായിട്ട് ഇവർക്ക് കൊടുത്ത പ്രോജക്റ്റ് ഞങ്ങൾ ഡിലേ ആക്കിയെന്ന തരത്തിലുള്ള ഒരു പ്രചരണമൊക്കെ നടത്തി. അത് ടെക്നോളജി ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക് എന്താണ് കൊടുത്തതെന്നുള്ള അറിയാവുന്ന ആളുകൾക്ക് അറിയാമായിരുന്നു. ബട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പറയാനുള്ള വേദികളിൽ പറയാമെന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ആ സമയത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടായിരുന്നില്ല. നമുക്ക് മീഡിയ മാനേജ് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നില്ല. മീഡിയ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഫോൺ നമ്പർ അറിയാവുന്ന മീഡിയ പേഴ്സൺ എന്നെ ഒരു 10-15 തവണ വിളിക്കും. 10-15 തവണ വിളിച്ച് എന്നെ കിട്ടിയില്ലെങ്കിൽ അവർക്ക് തോന്നിയ വാർത്ത കൊടുക്കുന്നു എന്നുള്ളത് ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയത്. അതിന് പിന്നെ ആൾക്കാർ പറഞ്ഞു കേട്ട അനുഭവം ഉണ്ടായിരുന്നു. കമ്പനി അടച്ചുപൂട്ടി, അത് വന്നതിൽ ഏറ്റവും വലിയ വാർത്ത അതായിരുന്നു. ഞങ്ങൾ ആപ്ലിക്കേഷൻ റിലീസ് ചെയ്തതിന് ശേഷം മറ്റേ SMS-ൻ്റെ പ്രശ്നം വന്നപ്പോൾ അതെന്തായിരുന്നു ശരിക്കും സംഭവിച്ചത്? SMS-ഉമായിട്ട് ബന്ധപ്പെട്ട് അത് നമ്മളൊരു എന്താ പറയുക, ഒരു ഡെഡ് ലൂപ്പിലേക്കൊക്കെ പോകുക എന്ന് പറയുന്ന സിറ്റുവേഷൻ ആയിരുന്നു ആക്ച്വലി SMS-ൻ്റെ കാര്യത്തിൽ. അതായത് നമ്മൾ SMS നമ്മുടെ അപ്ലിക്കേഷൻ ഗവൺമെൻറ് തേർഡ് പാർട്ടി ഏജൻസിയെ വെച്ചിട്ട് സെക്യൂരിറ്റി പെർഫോമൻസ് ഓഡിറ്റ് നടത്തി അതിന് ഈ പറയുന്ന ലോഡ് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് തെളിഞ്ഞതിന് ശേഷമാണ് റിലീസിലേക്കുള്ള അപ്രൂവലൊക്കെ തരുന്നത്. ഇങ്ങനത്തെ പ്രോസസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. ഈ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ് ഇതെല്ലാം ഒരു 10-11 ദിവസം കൊണ്ട് കഴിഞ്ഞ അത്രയും സ്പീഡായിട്ടാണ് നടക്കുന്നത്. പക്ഷേ നമ്മളുടെ അപ്ലിക്കേഷൻ ബാക്കെൻഡിൽ നിന്ന് നമുക്കെല്ലാവർക്കും അറിയാലോ, ഈ SMS എന്ന് പറയുന്നത് തേർഡ് പാർട്ടി പ്രൊവൈഡർമാർ വഴി വിടുന്ന ഒരു പ്രോസസ്സാണ്. നമ്മൾ ഡയറക്റ്റ്ലി നമ്മുടെ ഇവിടുത്തെ ഒരു നെറ്റ്വർക്ക് പ്രൊവൈഡറും ഡയറക്റ്റ് ബാൻഡ്വിഡ്ത്ത് ആൾക്കും നേരിട്ട് കൊടുക്കുന്നില്ല. അത് തന്നെ പ്രൊവൈഡർമാർ വഴിയാണ് നമ്മൾ വിടുന്നത്. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരുന്ന പ്രൊവൈഡറുടെ ബാൻഡ്വിഡ്ത്ത് കപ്പാസിറ്റി നമ്മളുടെ ഇവിടുത്തെ ലോഡ് ഹാൻഡിൽ ചെയ്യാവുന്ന ബാൻഡ്വിഡ്ത്ത് കപ്പാസിറ്റിയേക്കാളും കുറവായിരുന്നു. സ്വാഭാവികമായിട്ടും ഒരു SMS അയക്കുന്നു. ഒരു SMS അയക്കുമ്പോൾ നമുക്കറിയാം SMS-ന് ഒരു ലൈഫ് ടൈം ഉണ്ടാവും. 5 മിനിറ്റ് അല്ലെങ്കിൽ 10, അങ്ങനെ ഒരു ലൈഫ് ടൈം വെച്ചിട്ടാണ് നമ്മളെപ്പോഴും കാണാറുണ്ടല്ലോ, അല്ലെങ്കിൽ 60 സെക്കൻഡ് വാട്ടവർ. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ലൈഫ് ടൈമുള്ളൊരു SMS ആണ് നമ്മൾ അയക്കുന്നത്. ഈ SMS ആളുകൾക്ക് കിട്ടിയത് പക്ഷേ പലപ്പോഴും 5 മിനിറ്റ് കഴിഞ്ഞിട്ടും 15 മിനിറ്റ് ആയിട്ടും 20 മിനിറ്റ് കഴിഞ്ഞിട്ടൊക്കെയാണ് SMS കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 5 മിനിറ്റ് കഴിഞ്ഞാൽ റീസെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിളായിട്ട് വരും. ഇത് റീസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പോയിക്കൊണ്ടിരിക്കും. സോ ഇത് ഒരു ഡെഡ് ലൂപ്പ് പോലെ ഇത് നടക്കുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒരിക്കലും ആളുകൾക്ക് ടോക്കൺ എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു 1 hour 1.5 hours റൺ ചെയ്തപ്പോൾ മനസ്സിലായി SMS കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഗവൺമെൻറ് നേരിട്ട് വോഡാഫോണിൻ്റെ ഡയറക്റ്റ് ബാൻഡ്വിഡ്ത്ത് എടുത്ത് നമുക്ക് തന്നിട്ടാണ് ആപ്ലിക്കേഷൻ സെക്കൻഡ് ലോഞ്ച് ചെയ്തത്. സർവീസ് പ്രൊവൈഡറെ ചൂസ് ചെയ്തത് ഗവൺമെൻറ്റാണ്. സർവീസ് പ്രൊവൈഡറെ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് KSBCയുടെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. അപ്പോൾ KSBC നമുക്ക് വേണ്ടി ഐഡൻറ്റിഫൈ ചെയ്ത് തന്ന അതിനകത്ത് ഏറ്റവും കൂടുതൽ ബാൻഡ്വിഡ്ത്ത് ഉള്ള ഒരു പ്രൊവൈഡറെയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. നമ്മൾ മൾട്ടിപ്പിൾ പ്രൊവൈഡേഴ്സിനെ വേണം എന്നൊക്കെ അന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ സിറ്റുവേഷനിലെല്ലാം ആസ് എൻ ആർക്കിടെക്റ്റ് എനിക്കറിയാം മിനിമം ഒരു 3 പ്രൊവൈഡർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടി നടക്കുള്ളൂ. അപ്പോൾ നമ്മൾ വലിയ ഇപ്പോൾ ബാങ്കിങ് ആണെങ്കിലും എല്ലാ സ്ഥലത്താണെങ്കിലും 3 പ്രൊവൈഡർമാർ വഴിയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ സമയത്തേക്ക് ഇപ്പോൾ അന്ന് മറ്റേ പെട്ടെന്ന് ഓൺബോർഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനകത്ത് വന്ന ആളുകളെ മാത്രമേ ഇതിനകത്തേക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് നമ്മുടെ ഭാഗത്തുനിന്നൊരു പ്രശ്നമാണ്. അതേ കിട്ടിയുള്ളൂ. ആ സിറ്റുവേഷൻ്റെ ഒരു സിറ്റുവേഷൻ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എയർടെലിൻ്റെയൊക്കെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 7 ദിവസത്തൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ പറയുന്ന നമുക്ക് ഈ പ്രൊവൈഡർ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പല പ്രൊവൈഡർമാരെയും നമുക്ക് ഓൺബോർഡ് ചെയ്യാൻ ഇതിന് ശേഷം നമ്മൾ കുറേ പ്രൊവൈഡർമാരെ ഓൺബോർഡ് ചെയ്തു. നമ്മൾ ഞാനീ പറഞ്ഞ വോഡാഫോൺ വന്നു, അവർ 15 ദിവസം നമുക്ക് ഫുൾ ബാൻഡ്വിഡ്ത്ത് എന്നുള്ള രീതിയിൽ ഡയറക്റ്റ്ലി പ്രൊവൈഡർമാരില്ലാതെ തന്നു. അതിനുശേഷം നമ്മൾ എയർടെലിനെ ഓൺബോർഡ് ചെയ്തു. അങ്ങനെ ആ പ്രോസസ്സെല്ലാം നടന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴേക്കും കുറേ പ്രൊവൈഡർമാരുണ്ട്. ബട്ട് എല്ലാവരും ഒരുമിച്ച് ഓൺബോർഡ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത് നമ്മൾ ഈ പ്രതിസന്ധി വരുന്ന ഘട്ടത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും അന്ന് നമ്മളുടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് നമ്മളുടെ KSBC ആയി ബന്ധപ്പെട്ട് നിൽക്കുന്ന അന്ന് നമ്മളുടെ TP പ്രശ്നം എന്താണെന്ന് കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, അവർ നമ്മളുടെ അപ്ലിക്കേഷൻ അവരുടെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന സെക്യൂരിറ്റി പെർഫോമൻസ് ഓഡിറ്റുകൾ നടത്തിയിട്ടുണ്ട്. നമ്മളുടെ അപ്ലിക്കേഷൻ്റെ കുഴപ്പം കൊണ്ടല്ല ഇവിടെ SMS കിട്ടാത്തത് അല്ലെങ്കിൽ ആളുകൾക്ക് ടോക്കൺ എടുക്കാൻ പറ്റാത്തതെന്ന് ഗവൺമെൻറ്റിന് 100% ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടാണ് കിട്ടിയത്. കാരണം ഗവൺമെൻറ് മീഡിയ എത്രയും പറയുന്നു ഈ ആപ്ലിക്കേഷൻ ഇല്ലാതെ മദ്യം കൊടുക്കാൻ തുടങ്ങുന്നു എന്നുള്ള വാർത്തയൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പുറത്ത് പോയി ഓഫീസ് പൂട്ടി ഞങ്ങൾ മുങ്ങി എന്നുള്ള വാർത്തകളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ കൂടെ നിന്നത് ഗവൺമെൻറ്റും ആ ഡിപ്പാർട്ട്മെൻറ്റും. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് മറ്റേ എക്സൈസ് മിനിസ്റ്റർ നടത്തിയ പത്രസമ്മേളനം, നമ്മൾ ഈ ആപ്ലിക്കേഷൻ വെച്ചാൽ മാത്രമാണ് മദ്യം വിതരണം ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ആ ലൈൻ വരെ ഞങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു.
സോ അതിനകത്ത് ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഞങ്ങളെ ശരിക്കും, അതായത് ഇങ്ങനെയാണിത് ചെയ്യേണ്ടത്, ഇത് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആളുകളെയാണ് നമ്മളിവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. അവരത് ചെയ്തിട്ടുണ്ട്. ദെൻ വൈ നോട്ട് അവർ അത് ശരിയാക്കുന്നത് വരെ ഇത് നമ്മളൊരു തരത്തിലും ഇപ്പോൾ എല്ലാ ആപ്ലിക്കേഷനും ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാനാണെങ്കിൽ ഇതുപോലത്തെ ഒരു ഹൈ എന്താ പറയുക പെർഫോമൻസ് വേണ്ട ഒരു ആപ്ലിക്കേഷൻ ഒരു ചെറിയൊരു സർക്കിളിനകത്ത് ടെസ്റ്റ് ചെയ്ത് അങ്ങനെ ഗ്രാജുവലായിട്ടായിരിക്കും നമ്മൾ വലിയൊരു ലാർജ് സ്കെയിലേക്ക് കൊണ്ടുപോകുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു ജില്ലയിലെങ്കിലും അല്ലെങ്കിൽ ഒരു ഏരിയക്കകത്തെങ്കിലും ടെസ്റ്റ് ചെയ്തിട്ട് വേണം. അത് അങ്ങനത്തെ ഇതൊന്നും ചെയ്യാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു ജില്ലയിൽ ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം പോലും അന്നില്ലായിരുന്നു. കാരണം കേരളത്തിൽ ഒരുമിച്ച് ഇത് ഇറക്കുക എന്നുള്ളത്, ജില്ലയിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ജില്ലയിൽ നിന്നുള്ള ആളുകൾ വരിക, അങ്ങനെ ഇത് നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് കൊറോണയുള്ള ആളുകൾ ട്രാവൽ ചെയ്യാതിരിക്കുക, അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ടെസ്റ്റ് ചെയ്യാൻ വേറെ ഓപ്ഷൻസ് ഇല്ല, ലൈവായിട്ട് കൊടുക്കുക എന്നുള്ള പരിപാടിയാണ് ശരിക്കും നടന്നത്. അതിനുശേഷം ഏതെങ്കിലും ഗവൺമെൻറ് പ്രോജക്റ്റുകൾ? തീർച്ചയായിട്ടും അന്ന് ഞങ്ങളുടെ അടുത്ത് പല ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്രയും ബുദ്ധിമുട്ടുകളുടെ പ്രതിസന്ധിയൊക്കെ തരണം ചെയ്ത് നിങ്ങളുടെ സമയം കളഞ്ഞ് നിങ്ങൾ എന്ത് നേടിയെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ബില്ല് ചെയ്തിരിക്കുന്ന എമൗണ്ട് വളരെ ചെറിയൊരു എമൗണ്ടിന് ഞങ്ങളത് കോട്ട് ചെയ്ത്, ഞങ്ങളുടെ ടോട്ടൽ കോസ്റ്റിൻ്റെ 10% ഞങ്ങളതൊന്ന് കോട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങളത് പല ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇനി നിങ്ങൾ ഗവൺമെൻറ് പ്രോജക്റ്റുകൾ എടുക്കുമോ എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിനുശേഷം ഇപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന KSEBയുടെ ആപ്ലിക്കേഷൻ ചെയ്തിരിക്കുന്നത് ഞങ്ങളാണ്. അത് ആക്ച്വലി KSBCയേക്കാൾ ബിവറേജ് കോർപ്പറേഷനേക്കാൾ വലിയ ക്ലൈൻറ്റ് ബേസ് ഉള്ളതാണ് KSEB. കേരളത്തിൽ മറ്റേ നമ്മുടെ ഗാർഹിക വാണിജ്യ ഉപഭോക്താക്കളെല്ലാം കൂടി 1,36,00,000 കൺസ്യൂമേഴ്സ് ഉണ്ട് KSEBക്ക്. അതായത് 13.5 മില്യൺ എന്നൊക്കെ പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ ചെയ്യുന്ന ഒരാളുടെ സ്വപ്നമാണ് അത്തരം ഒരു ആപ്ലിക്കേഷനൊക്കെ ചെയ്യാന്ന് പറയുന്നത്. അത്രയും വലിയ കൺസ്യൂമർ ബേസ് ഉള്ള ആപ്ലിക്കേഷനാണ്. പിന്നീട് ഞങ്ങൾ ഹാർബർ എഞ്ചിനീയറിംഗിൻ്റെ പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ആയുഷ് മിഷന് മറ്റേ HR മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുത്തത് ഞങ്ങളാണ്. അപ്പോൾ KSEBയുടെ തന്നെ വേറൊരു പ്രോജക്റ്റ് സർവേ ആപ്ലിക്കേഷൻ കഴിഞ്ഞ വർഷം ഇറക്കിയൊരു സർവേ ആപ്ലിക്കേഷൻ ചെയ്തത് ഞങ്ങളായിരുന്നു. അങ്ങനെ ഗവൺമെൻറ് ആപ്ലിക്കേഷൻസ് അതിനുശേഷം ഒരു 5 പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. മറ്റ് പ്രോഡക്റ്റുകളോ? വേറെ പ്രോഡക്റ്റുകൾ നമ്മളിപ്പോൾ ഒരു ERP, ഞാൻ നേരത്തെ പറഞ്ഞ ERPയുടെ ഓപ്പൺ സോഴ്സ് ERP ആണ് ഞങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അത് ERP നെക്സ്റ്റ് എന്ന് പറയുന്ന ഇന്ത്യ ബേസ് ചെയ്തിട്ടുള്ള, മുംബൈ ബേസ് ചെയ്തിട്ടുള്ള ഫ്രാപ്പേ എന്ന് പറയുന്ന കമ്പനിയുടെ ERP ആണ് ഞങ്ങൾ ഇവിടെ ഒരു പ്രൊഡക്റ്റായിട്ട് ഞങ്ങളുടെ ക്ലയൻസിന് ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെയുള്ള സർവീസസ് പ്രോജക്റ്റുകളാണ് എല്ലാം ചെയ്യുന്നത്. സർവീസസ് പ്രോജക്റ്റുകൾ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ജീഷിനൊരു റിക്വയർമെൻ്റ് ഉണ്ട്, അതൊരു പ്രൊഡക്റ്റാക്കി മാറ്റണമെന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ ടെക്നിക്കൽ ടീമില്ല, അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ടെക്നിക്കൽ ടീമുള്ള ഒരു കമ്പനി അപ്രോച്ച് ചെയ്യും. അത്തരം ആളുകൾക്ക് സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുക്കുക, മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കി കൊടുക്കുക, ഈവൻ നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് പോലും സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിക്കകത്തൊരു സർവീസാണ്. അത്തരം സർവീസുകളാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിനുള്ള അന്തരീക്ഷം ഉണ്ടെന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് തുടങ്ങുന്ന സമയത്തുണ്ടായിരുന്നു? തീർച്ചയായിട്ടും, ശരിക്കും. കാരണം നമുക്കിവിടെ നല്ല റിസോഴ്സുകളെ കിട്ടാനുണ്ട്. നമ്മൾക്ക് ഇവിടെ ഇരുന്ന് തന്നെ ഇപ്പോഴത്തെ ഒരു നമ്മുടെ നെറ്റ്വർക്കിംഗ് ആയിട്ടുള്ള ലൈക്ക് ഇപ്പോൾ നമുക്ക് പുറത്തേക്ക് നെറ്റ്വർക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ പുറത്തുള്ള ആളുകളെ കണ്ടുപിടിച്ച് അവിടെയുള്ള വലിയ നമ്മളുടെ കൈൻഡ് ഓഫ് കൺസൾട്ട് ചെയ്യുന്ന ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യുക, ഇതൊന്നും പറയുന്നത് അത്ര ഭയങ്കര വലിയൊരു ഒരു ജോലിയായിട്ട് തോന്നിയില്ല. കാരണം ഞങ്ങൾ ഓപ്പൺ സ്കൂൾ ചെയ്തപ്പോൾ തന്നെ ഓപ്പൺ സ്കൂളിന് വേൾഡ് വൈഡായിട്ട് 256 ലൈസൻസുകൾ ഞങ്ങൾ സെൽ ചെയ്തിട്ടുണ്ട്. അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലാണ്. ഞങ്ങളുടെ ആപ്ലിക്കേഷൻ 1,36,00,000 പേര് ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ സോഴ്സ്, അതൊരു ഓപ്പൺ സോഴ്സ് വേർഷൻ കൂടി ഉണ്ടായിരുന്നത്, അതിൻ്റെ ഓപ്പൺ സോഴ്സ് വേർഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം ആളുകളായിട്ട് റീച്ച് ചെയ്യുക, നമ്മളൊരു നല്ല സർവീസ് കൊടുക്കുക അല്ലെങ്കിൽ നല്ല പ്രൊജക്റ്റ് അല്ലെങ്കിൽ നല്ലൊരു പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് മാർക്കറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ടാണ് അന്ന് തോന്നിയിരുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്ക് കേരളത്തിലാണ് എന്ന് നമുക്കറിയാം. എങ്കിൽ പോലും പലരും പറയുമ്പോൾ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ ചർച്ച വരുമ്പോൾ ഒരു വ്യവസായ സൗഹൃദ അന്തരീക്ഷം മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കേരളത്തിലില്ല എന്നൊരു വാദമുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? ഞാനതിനെ ഇപ്പോൾ അത് ഓരോരുത്തരുടെയും പെർസ്പെക്ഷൻ പോലെ ഇരിക്കുമല്ലോ നമ്മൾ തീർച്ചയായിട്ടും. കാരണം നമ്മളിവിടെ ഉള്ള IT പണ്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിച്ചിരുന്ന ആളുകളെല്ലാം ഒന്നുകിൽ ബാംഗ്ലൂർ പോവും, അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലേക്ക് പോവും, അല്ലെങ്കിൽ ഇന്ത്യ തന്നെ വിട്ടു പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് ബാംഗ്ലൂർ അല്ലെങ്കിൽ ഹൈദരാബാദൊക്കെ അന്ന് അവിടെ ചൂസ് ചെയ്യാനുള്ള കാരണം അവിടുത്തെ, അതായത് നമ്മൾ എന്തൊരു ഐഡിയ ആയിട്ട് നമ്മൾ മുന്നോട്ട് വരുമ്പോഴും നമ്മൾ കൂടെ നിൽക്കുന്ന ഏതെങ്കിലും കുറച്ച് ആളുകളെ കൂട്ടിയിട്ടായിരിക്കില്ല അത് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ കൂടുതലുള്ള ആളുകളെ കൂട്ടിക്കഴിഞ്ഞാൽ അത് നമ്മളുടെ തന്നെ അറിവും കഴിവുമുള്ള ആളുകളായിരിക്കും. ഒരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമ്മളുടെ അറിവിലുള്ള വേറൊരാളെ ആക്ച്വലി ഇതിനകത്ത്
വേണമെന്നില്ല. നമ്മൾക്ക് വേണ്ടത് എപ്പോഴും നമ്മളെക്കാൾ കഴിവ് കൂടിയ ആളുകളാണ്. അല്ലെങ്കിൽ നമ്മളുടെ മൈനസ് എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ മൈനസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ആളുകളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അത്തരം റിസോഴ്സുകളെ തപ്പിയാണ് പല ആളുകളും പോയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ചില സ്ഥലങ്ങളിൽ ചില സമയങ്ങളിലുള്ള ഗവൺമെൻറ് പോളിസീസ്, ഈ ഗവൺമെൻറ് പോളിസീസ് എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടുത്തെ ആളുകൾക്ക് ധൈര്യം വന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഈ സ്റ്റാർട്ടപ്പ് മിഷൻ്റെയൊക്കെ പ്രവർത്തനം 2016 മുതൽ തുടങ്ങിയിരിക്കുന്ന സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പ്രവർത്തനത്തിനകത്ത് ആളുകൾക്ക് പുറത്ത് പോകുന്നതിനേക്കാൾ കോൺഫിഡൻസ് ഇപ്പോൾ തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഞാൻ പറഞ്ഞില്ലേ 2020 ഞങ്ങൾക്കറിയാം അന്ന് ഗവൺമെൻറ് സ്റ്റാർട്ടപ്പുകൾക്ക് പ്രൊജക്റ്റുകൾ കൊടുക്കുന്നുണ്ട്. അതായത് 4 വർഷം കഴിഞ്ഞു ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ എവിടെ പ്രൊജക്റ്റ് കിട്ടിയില്ലെങ്കിലും നമുക്ക് ഈ ഗവൺമെൻറ് ആസ് എ മാർക്കറ്റ് പ്ലേസ് എന്നുള്ള രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ 29 ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇവിടുത്തെ സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് ഒന്നുകിൽ അവരുടെ പ്രൊഡക്റ്റ് എടുക്കാനും അല്ലെങ്കിൽ അവരുടെ സർവീസ് എടുക്കാനുള്ള ജിയോ നിലവിലുണ്ടെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ആദ്യം 25 ലക്ഷം രൂപയായിരുന്നു, പിന്നീട് അത് 50 ലക്ഷം രൂപയാക്കി. ഇപ്പോൾ 1 കോടി രൂപ വരെയുള്ള പ്രൊജക്റ്റുകൾ ഡയറക്റ്റ്ലി ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് സ്റ്റാർട്ടപ്പുകളുടെ കയ്യിൽ നിന്ന് എടുക്കാം. ഈ സ്റ്റാർട്ടപ്പ് മിഷൻ എന്തൊക്കെ സേവനങ്ങളാണ് സ്റ്റാർട്ടപ്പുകൾ കൊണ്ട് ചെയ്യുന്നത്? സ്റ്റാർട്ടപ്പ് മിഷൻ നമ്മളൊരു പലതരം പരിപാടികളുണ്ട്. അതായത് അതിലത്തെ ഒന്ന് ഗ്രാൻറ്റുകൾ കൊടുക്കുക, നല്ല ഐഡിയകൾക്ക് ഗ്രാൻറ്റുകൾ കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഐഡിയ ഗ്രാൻഡ് ഉണ്ട്. ഐഡിയ ഗ്രാൻഡ് 3 ലക്ഷം രൂപ കിട്ടും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രൊട്ടൈസേഷൻ ഗ്രാൻഡ് ഉണ്ട്, അത് 7 ലക്ഷം രൂപ വരെ നമുക്ക് കിട്ടും. ഈ 7 ലക്ഷം രൂപേനെ എനിക്ക് തോന്നുന്നു വുമൺസ് ട്രാൻസ്ജെൻഡേഴ്സിന് ഇത് 12 ലക്ഷം രൂപ വരെ കൊടുക്കും ഈ പ്രൊട്ടൈസേഷൻ ഗ്രാൻഡ്. അതിനുശേഷം നമുക്ക് സ്കെയിലപ്പ് ഗ്രാൻഡ് ഉണ്ട്, സ്കെയിലപ്പ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾക്കൊക്കെ സ്കെയിലപ്പ് ഗ്രാൻഡിന് അപ്ലൈ ചെയ്താലാണ് അതാണ് ഞങ്ങളുടെ സ്കോപ്പ്. കാരണം ഞങ്ങൾക്ക് സ്കെയിലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ. അത് 15 ലക്ഷം രൂപ വരെ കൊടുക്കും. അതിനുശേഷം R&D, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. R&Dക്ക് വേണ്ടി ഗ്രാൻഡ് നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷൻ കൊടുക്കുന്നുണ്ട്. അത് 30 ലക്ഷം രൂപ വരെ ഗ്രാൻഡ് കൊടുക്കും. ഈ R&D നടന്നിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ സിലിക്കൺ വാലി എന്നൊക്കെ പറയുന്ന സ്ഥലം പോലെയൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളായിട്ട് മാറുന്ന എപ്പോഴും R&Dക്ക് വേണ്ടി ഗവൺമെൻറ് ഫണ്ട് കൊടുക്കണം. അല്ലാതെ ഇവിടെ ഉള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ളൊരു കമ്പനിക്ക് ഗ്രാൻഡ് തരുന്നതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ഒരു R&D നടത്താൻ തയ്യാറായിട്ട് വരുന്ന പുതിയൊരു സ്റ്റുഡൻറ്റിനോ അല്ലെങ്കിൽ നമ്മൾ പറയും ഒരു IIT പാസ് ഔട്ട് ആയിട്ടുള്ള ആൾക്കോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് പാസ് ഔട്ട് ആയിട്ടുള്ള ആൾക്കോ ഒരു R&D നടത്താനുള്ള ഒരു ഫണ്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനകത്ത് 30 ലക്ഷം രൂപ വരെ നമ്മുടെ സർക്കാർ ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഇയർലി റെക്കറിംഗ് ആയിട്ട് നടക്കുന്ന കുറേ പദ്ധതികളുണ്ട്. ലൈക്ക് ഇപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞ ഹഡിൽ ഗ്ലോബൽ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ IDCയുടെ കുറേ ഫെസ്റ്റുകൾ നടക്കുന്നുണ്ട്. പിന്നെ വുമൺ എൻ്റർപ്രണേഴ്സിൻ്റെ ഫെസ്റ്റുകൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു 5-6 പരിപാടികൾ ഈ നെറ്റ്വർക്കിങ്ങിനും ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതുപോലെ നമ്മളുടെ ഇവിടെ ഈ ഫണ്ടിങ് കിട്ടാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് പരിപാടികളാണ് സ്റ്റാർട്ടപ്പ് മിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവരെ മെൻറ്റർ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പുതിയ ഐഡിയാസായിട്ട് വരുന്ന ആളുകളുടെ മെൻറ്റർഷിപ്പായിട്ട് എടുത്ത് അവർക്ക് വേണ്ട ദിശയിലേക്ക് അവരെ പറഞ്ഞു വിടുക എന്നുള്ള പരിപാടികൾ ചെയ്യും. അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ സേവനങ്ങൾ ലഭ്യമാകാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അയാളൊരു പുതിയതായിട്ട് ഒരു ഐഡിയ മനസ്സിലുള്ള ഒരാൾക്ക് നമുക്ക് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഒരു കമ്പനി പലതരത്തിലാവും, നമുക്കറിയാം, പ്രൈവറ്റ് ലിമിറ്റഡ് ആവാം, വാട്ടവർ. ഓക്കെ, അപ്പോൾ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റാർട്ടപ്പ് മിഷൻ, ഇപ്പോൾ KSUMൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട്. സ്റ്റാർട്ടപ്പ് മിഷനകത്ത് രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷൻ ആണെങ്കിലും അതെ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ ആണെങ്കിലും അതെ, നമ്മളുടെ ഈ പറയുന്ന നമ്മളുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസും സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മളൊരു കമ്പനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് വേണം. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ ഈ സ്റ്റാർട്ടപ്പ് മിഷനകത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. സ്റ്റാർട്ടപ്പ് മിഷൻ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഈ പറയുന്ന സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഈ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ നമുക്ക് കിട്ടും. പിന്നീട് ഈ നമ്പറാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഗവൺമെൻറ് ആസ് എ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നതിനകത്തുനിന്ന് പ്രൊജക്റ്റ് കിട്ടാനും അതുപോലെ തന്നെ നമുക്ക് ഗ്രാൻഡ് കിട്ടാനും നമുക്ക് ഹഡിൽ ഗ്ലോബിനകത്ത് പങ്കെടുക്കാനും എല്ലാറ്റിനും ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ഈ ഒരു ഐഡിയ ആണ്. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊരു കമ്പനി രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നൊരു 10-25,000 രൂപ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു പരിപാടിയുള്ളൂ. ഇപ്പോൾ നമ്മൾ നേരിട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ കുറവായിരിക്കും. നമ്മൾ ത്രൂ ഒരു CS വഴിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു 25,000 രൂപയുടെ ചിലവേ ഉള്ളൂ. അങ്ങനെ ഒരു കമ്പനിക്ക് സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഓൺ ബോർഡ് ചെയ്യാൻ ഇത്ര ഇതുള്ളൂ, പ്രോസസ്സുള്ളൂ. അപ്പോൾ നമ്മളൊരു കൺസീവ് ചെയ്യുന്നൊരു ഐഡിയ ഒന്ന് മെൻറ്റർ ചെയ്തെടുക്കാനും അല്ലെങ്കിൽ ആ ഐഡിയയ്ക്കൊരു പൂർണ്ണത കൊടുക്കാനും വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആണോ? തീർച്ചയായിട്ടും അവൈലബിൾ ആണ്. എന്തൊക്കെയാണ് ഉള്ള സാധ്യത? അത് നമ്മൾ ഈ പറയുന്ന ഐഡിയ, അപ്പോൾ നമ്മളിപ്പോൾ നമ്മളുടെ ഇവിടുത്തെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഇപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടാവും. സ്റ്റാർട്ടപ്പ് മിഷൻ്റെ നോഡൽ ആയിട്ടുള്ള ഏജൻസീസ് അതായത് ഗവൺമെൻറ് നേരിട്ട് നടത്തുന്ന നമ്മുടെ പോളിടെക്നിക്കുകളിലും ഒക്കെ നടത്തുന്ന പല ജില്ലകളിലായിട്ട് പോളിടെക്നിക്കലൊക്കെ നടത്തുന്ന ഓരോ ജില്ലയിലുണ്ട്. ഇപ്പോൾ പാലക്കാട് പോളിടെക്നിക്കലാണ്. അപ്പോൾ എറണാകുളത്ത് നമുക്കിവിടെ സ്റ്റാർട്ടപ്പ് മിഷനിൽ തന്നെയാണ്, KSUM തന്നെയാണ് ഉള്ളത്. അതുപോലുള്ള അതുപോലുള്ള സ്ഥാപനങ്ങളിൽ നമുക്ക് നേരിട്ട് ചെന്ന് നമുക്കവിടെ സീറ്റ് നമുക്ക് കിട്ടും.
ഓക്കെ, അവിടെ നമുക്ക് സ്ഥിരമായിട്ട് ഇരുന്ന് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് അവിടെ വരുന്ന ആളുകൾ, മെൻറ്റർഷിപ്പിന് വരുന്ന ആളുകൾ ഇതുപോലെ പദ്ധതികൾക്ക് വേണ്ടി ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് ഡയറക്റ്റ്ലി ഇപ്പോൾ നേരിട്ടും അല്ലാതെയും ഓൺലൈൻ വഴിയൊക്കെ അവരായിട്ട് നിരന്തരം സമ്പർക്കം ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുവഴി നമുക്കിതൊരു ഐഡിയയിൽ എത്തിക്കാം. അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ പലതരം ഗ്രാൻറ്റുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അടുത്ത ഒരു അട്രാക്റ്റീവായിട്ടുള്ള കാര്യം. പണ്ട് നമ്മളൊരു സംരംഭം തുടങ്ങുക എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും കടം മേടിച്ചോ അല്ലെങ്കിൽ സ്വന്തം പൈസ എടുത്തൊക്കെ ചെയ്യുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ട് ഗ്രാൻറ്റുകൾ കിട്ടുമ്പോൾ ആളുകൾക്ക് കൂടുതൽ താല്പര്യം ഇതിലേക്ക് വരും, ഒരു പുതിയ സംരംഭമായിട്ട് വരാനെന്ന് തോന്നുന്നു. അതെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ആദ്യഘട്ടത്തിലെ ഒരു ആശയരൂപീകരണത്തിൻ്റെ ഒരു ഘട്ടം, പിന്നീട് ഒരു ടീം ഫോം ചെയ്യണം. അതെ, അങ്ങനെ ഒരു നമ്മുടെ ഒരു ടീം ഫോം ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് നമുക്കൊരു ആശയമുണ്ട്. ഓക്കെ, നമ്മളത് ഒരു കൈൻഡ് ഓഫ് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസാക്കി മാറ്റാനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, എൻ്റെ ഒരു അനുഭവം വെച്ച് പറയാണ്, ഓക്കെ, ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ പോരായ്മകൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഒരു ടീം ഫോം ചെയ്യുമ്പോൾ നമ്മളുടെ പോരായ്മകൾ കവറപ്പ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ നമ്മളെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എനിക്ക് ഒരു ടെക്നോളജി അറിയാം, ഈ സാധനം ഉണ്ടാക്കാൻ ഈ ടെക്നോളജി പോരാ, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ടെക്നോളജിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ആ ടെക്നോളജിക്കകത്ത് എക്സ്പേർട്ടായ ഒരാളെ നമ്മളുടെ കൂടെ കൂട്ടാനുള്ള ശ്രമം നമ്മൾ നടത്തണം. അതുപോലെ തന്നെ എനിക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് അറിയില്ല, സ്വാഭാവികമായിട്ടും മാർക്കറ്റിങ്ങിനകത്ത് എക്സ്പേർട്ടായിട്ടുള്ള ഒരാളെ എനിക്ക് കൂടെ കൂട്ടാൻ എനിക്ക് പറ്റണം. പിന്നീട് നമുക്ക് വേണ്ടത് ഇതിനകത്ത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും താഴേക്ക് സ്വാഭാവികമായിട്ടും ടീമിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് നമ്മളൊരു സ്റ്റാർട്ടപ്പ് കമ്പനിക്കകത്ത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു റിസോഴ്സിനെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് ആ സിറ്റുവേഷനകത്ത് വലിയ മാറ്റമൊന്നും ഇപ്പോഴും വന്നിട്ടില്ല. പുതിയ കമ്പനിക്കകത്ത് സ്റ്റാർട്ടപ്പിനകത്ത് ജോയിൻ ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളുടെ എണ്ണം വളരെ വളരെ കുറവാണ്. സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങുന്ന ആളുകളെക്കാളും കുറവാണ് ജോയിൻ ചെയ്യാൻ വരുന്ന ആളുകളുടെ. സ്കിൽഡ് ആളുകളെ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും നെറ്റ്വർക്കിംഗ് സംവിധാനങ്ങൾ എന്തെങ്കിലും നമുക്ക് ഉണ്ടോ? എങ്ങനെ ആളുകൾ അത് നമ്മൾ ഓരോ കമ്പനിയും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഉള്ള ഒരു പ്രോസസ് തന്നെയാണ് നടക്കുന്നത്. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി വല്ല പ്ലാറ്റ്ഫോമുകളോ അങ്ങനെ എന്തെങ്കിലും? അതിപ്പോൾ നമുക്ക് ഗ്ലോബലായിട്ട് യൂസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ലിങ്ക്ഡിൻ പോലത്തെ പ്ലാറ്റ്ഫോംസും സ്വാഭാവികമായിട്ട് അങ്ങനത്തെ നെറ്റ്വർക്കിങ്ങും, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ പലതരം HR ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പലതരം ഇപ്പോൾ ഇൻഫോ പാർക്ക് ആണെങ്കിലും മറ്റ് ടെക്നോ പാർക്കിലൊക്കെ നടത്തുന്ന പലതരം സംഘടനകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ഗ്രൂപ്പുകൾ, അതിനകത്തു നിന്നൊക്കെയാണ് നമ്മൾ കൂടുതൽ റിസോഴ്സുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രയൽ നടത്തുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം റിസോഴ്സിനെ കിട്ടാനിപ്പോൾ ബുദ്ധിമുട്ടില്ല, കാരണം നമ്മൾ 4 വർഷമായി. പക്ഷേ അതുപോലെയല്ല, തുടക്കത്തിൽ നമുക്ക് റിസോഴ്സിനെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. തുടക്കത്തിൽ നമുക്ക് റിസോഴ്സുകൾ കിട്ടാൻ, അതിപ്പോൾ പോസ്റ്റ് കൊറോണയിൽ നമ്മൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്, ഇവിടെയുള്ള വലിയ MNCകളെല്ലാം നമ്മളുടെ കമ്പനിയിൽ ചെയ്തുകൊണ്ടിരുന്ന ഓപ്പൺ സോഴ്സ് ടെക്നോളജിയിലെല്ലാം അവർ സ്വന്തമായിട്ട് ടീമിനെ ഉണ്ടാക്കുന്നു. ആ ടീമിലേക്ക് നമ്മളുടെ കമ്പനി കൊടുക്കുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ കൊടുക്കുന്ന ശമ്പളത്തിൻ്റെ 3-4 ഇരട്ടി കൊടുത്ത ആളുകളെ എടുക്കുന്നു. കാരണം അവർക്ക് അത്രയും വലിയ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തിട്ടുള്ള പരിപാടികളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അത് ഏകദേശം ഒരു 1.5 വർഷത്തോളം ആ പരിപാടിയായിരുന്നു ശരിക്കും നടന്നത്. 1.5 വർഷത്തോളം, ഏകദേശം ഒരു 10-18 മാസം ഇതേപോലെ നമ്മൾക്ക് ആളുകളെ കിട്ടാൻ, സ്കിൽഡായിട്ടുള്ള ലേബേഴ്സിനെ കിട്ടാൻ, എംപ്ലോയീസിനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിനുശേഷം സിറ്റുവേഷൻ മാറി, ഇപ്പോൾ തിരിച്ചായി. ഇപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ആളുകളെ കിട്ടുന്നുണ്ട്, കാരണം ഈ കമ്പനികളൊക്കെ ആളുകളെ എടുക്കുന്നത് വളരെ കുറഞ്ഞു. അവിടെ ആ സമയത്ത് എടുത്ത ആളുകൾ തിരിച്ച് വേറെ കമ്പനികളെ നോക്കി വരാൻ തുടങ്ങി. സോ ഞങ്ങൾക്കിപ്പോൾ കഴിഞ്ഞൊരു 1 വർഷമൊക്കെ ആയിട്ട് സ്കിൽ ലേബേഴ്സിനെ കിട്ടാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് പല ടെക്നോളജിയിലാണ് വേണ്ടത്. അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചോളം ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ ടെക്നോളജിയിൽ മാത്രമായിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സർവീസ് ആണെങ്കിൽ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കമ്പനികളാണെങ്കിൽ ആ പർട്ടിക്കുലർ ഡൊമൈനകത്ത് ആളെ കിട്ടാൻ ചിലപ്പോൾ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യാം. ഇപ്പോൾ ഞങ്ങൾ ERP നെക്സ്റ്റ് ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ERP നെക്സ്റ്റ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിന് റിസോഴ്സുകൾ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അതിനകത്ത് റിസോഴ്സുകളുടെ എണ്ണം വളരെ കുറവാണ്. ഉള്ള റിസോഴ്സുകൾ ഫ്രീലാൻസേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന റിസോഴ്സുകളാണ് കൂടുതൽ. അപ്പോൾ ഒരു കമ്പനിയിൽ വന്ന് വർക്ക് ചെയ്യുക, കാരണം ഒരു ഓപ്പൺ സോഴ്സ് ടെക്നോളജി ആ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എപ്പോഴും അറിയാലോ, ഒരു ഫ്രീലാൻസ് ആ ഒരു മോഡലുള്ള കമ്മ്യൂണിറ്റിയാണ് അതിനകത്ത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് മാറി ഇവിടെ കമ്പനികൾ കൂടുതൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് റിസോഴ്സുകളെ കൂടുതൽ കിട്ടാൻ തുടങ്ങിയത്. കേരളത്തിൽ സ്റ്റാർട്ടപ്പുകൾക്ക് നൈപുണ്യമുള്ള ആളുകളെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് നമുക്കൊന്ന് ചെയ്യാൻ കഴിയുക? ഗവൺമെൻറ് തലത്തിലോ അല്ലാതെയോ? ഗവൺമെൻറ് തലത്തിൽ ഇപ്പോൾ ഞങ്ങൾ പല സ്ഥലത്തും പോയി ഡിസ്കസ് ചെയ്യുന്ന പോലെ വലിയൊരു റിസോഴ്സ് പൂള് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അത് ഇപ്പോൾ സ്റ്റാർട്ടപ്പുകളുടെ ആണെങ്കിലും അതെ, കുറച്ചൊക്കെ, അതായത് കുറച്ച് വലിയ കമ്പനികൾ ലൈക്ക് ഒരു 500-600 കൈൻഡ് ഓഫ് എംപ്ലോയീസ് ഉള്ള എല്ലാ സ്ഥലത്തും ഈ റിസോഴ്സുകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി വലിയ റിസോഴ്സ് പൂൾ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ റിസോഴ്സ് പൂളിനകത്തുനിന്ന് ആളുകളെ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഗവൺമെൻറ് സ്കിൽഡായിട്ടുള്ള ആളുകളെ ഓൺബോർഡ് ചെയ്യാൻ വേണ്ടി പല സമയത്തും പല പ്ലാറ്റ്ഫോമുകളും ഉണ്ടാക്കിയെടുത്തു. കമ്പനികൾക്ക് ഓൺബോർഡ് ചെയ്യാം, അതുപോലെ തന്നെ റിസോഴ്സുകൾക്ക് ഓൺബോർഡ് ചെയ്യാം. പക്ഷേ അതൊന്നും എവിടെ എത്തി നിൽക്കുന്നതായിട്ടോ ഞങ്ങൾക്കാർക്കും അവിടെ നിന്ന് റിസോഴ്സിനെ കിട്ടിയതായിട്ടോ എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ കുറച്ച് കാര്യക്ഷമമായിട്ട് നടത്തി കഴിഞ്ഞാൽ ഇതൊക്കെ എളുപ്പത്തിൽ നടക്കാം. ഗവൺമെൻറ്റിൻ്റെ തന്നെ ചില പോർട്ടലുകളൊക്കെ, അതെ, ഗവൺമെൻറ് പോർട്ടലുകളൊക്കെ വന്നതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പോർട്ടലുകളുടെ പ്രവർത്തനം എവിടെയെങ്കിലും നടന്നതായിട്ട് അറിയില്ല. അതെന്താണ്
പറ്റിയത് അതിന്? അത് ഫോളോ അപ്പ് ഇല്ലാണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ആളുകൾ ഇപ്പോൾ റിസോഴ്സുകൾ മാത്രം അതിനകത്ത് ജോയിൻ ചെയ്തിട്ട് കാര്യമല്ലോ, കമ്പനികളെയും കൂടി അതിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ സ്വാഭാവികമായിട്ടും ഈ റിസോഴ്സുകൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് രജിസ്റ്റർ ചെയ്തു, ദെൻ ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു കോൾ പോലും അതിനകത്തുനിന്ന് വരുന്നില്ലെങ്കിൽ റിസോഴ്സും അതിനകത്തുനിന്ന് സ്വമേധയാ വിട്ടുപോകുന്നൊരവസ്ഥ വരും. പിന്നെ ആരും ഫോളോ അപ്പ് ചെയ്യുന്നില്ല. കമ്പനികളുമായിട്ടുള്ള കോർഡിനേഷൻ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം ഗവൺമെൻറ്, അതെ, കൂടുതൽ കമ്പനികളെ, അതായത് റിസോഴ്സുകളെ വേണ്ട കമ്പനികളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനകത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം കാര്യമായിട്ട് വേണം. എന്നാലേ മാത്രമാണ് ഈ ഒരു കാര്യം ഏതെങ്കിലും ഒരു ഗവൺമെൻറ് പ്ലാറ്റ്ഫോമിൽ ഇത് ഡിസ്കസ് ചെയ്തിരുന്നോ ഈ ഒരു പ്രശ്നം? ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള ചർച്ചകളിലെല്ലാം പറയുന്ന ഒരു വിഷയമാണത്. അതിൻ്റെ ഒന്നൊരു പോസിറ്റീവ് റെസ്പോൺസ് എപ്പോഴും പോസിറ്റീവായിരിക്കും. പക്ഷേ അത് എത്രത്തോളം മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു സംശയമുണ്ട്. കാരണം റിസോഴ്സുകളെ കിട്ടുക എന്നുള്ളത് സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നം തന്നെയാണ്. രണ്ടാമത്തെ ഒരു കാര്യം ഇപ്പോൾ ഫണ്ടിങ്ങാണ്. ഫണ്ടിങ് വളരെ ബുദ്ധിമുട്ടുള്ളത്, കേരളത്തിൽ പ്രത്യേകിച്ചും ഏറ്റവും സ്റ്റാർട്ടപ്പുകൾ നേരിടുന്ന ഒരു പ്രശ്നം ഫണ്ട് കിട്ടുക എന്നുള്ളതായിരിക്കും. അതിന് വേണ്ടിയിട്ട് എന്ത് സംവിധാനങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്? ഈ IT മിഷൻ്റെ ഗ്രാൻഡ് കൂടാതെ വെഞ്ചർ ക്യാപിറ്റലോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധ്യതകൾ തീർച്ചയായിട്ടും. അപ്പോൾ ഞാനീ പറഞ്ഞ ഇപ്പോൾ ഇയർലി നടത്തുന്ന ഇപ്പോൾ ഹഡിൽ ഗ്ലോബൽ പോലുള്ള, അത് ഹഡിൽ ഗ്ലോബലാണ് അതിൽ നടത്തുന്നതിൽ ഏറ്റവും വലിയ പരിപാടി. ഈ ഹഡിൽ ഗ്ലോബലിനകത്ത് അവിടെ വന്നിരുന്ന, ഇപ്പോൾ ഞാൻ ഇത്തവണ ഹഡിൽ ഗ്ലോബലിന് പോയിട്ട് അവിടെ 3 ദിവസം ഉണ്ടായിരുന്ന ആളാണ്. അവിടെ നമ്മൾക്ക് നമ്മളുടെ ഐഡിയാസ് പ്രസൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളവിടെയുള്ള ഫണ്ട് ചെയ്യാൻ വരുന്ന ആളുകളെ ഡയറക്റ്റ്ലി മീറ്റ് ചെയ്യാനും അവർക്ക് നമ്മളെ വന്ന് മീറ്റ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട്. ഇതൊരു കൈൻഡ് ഓഫ് നെറ്റ്വർക്കായിട്ട് നടക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മളിവിടെ ഏഞ്ചൽ ഫണ്ട്സ് ചെയ്യുന്ന, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഏഞ്ചൽ ഫണ്ടിങ് ചെയ്യുന്ന പലതരം ഏഞ്ചൽ ഫണ്ടിങ് ഗ്രൂപ്പുകളുണ്ട്. അവരവിടെ പ്രസന്റ് ആയിരുന്നു. ഒന്ന് വിശദീകരിക്കാൻ തോന്നുന്നു. ഇപ്പോൾ വെഞ്ചർ ക്യാപിറ്റൽ, ഏഞ്ചൽ ഫണ്ട് എന്നൊക്കെ പറഞ്ഞു, അതെന്താണ് അതിൻ്റെ വ്യത്യാസം എന്നൊന്നുകൂടി? നമ്മൾ ഇപ്പോൾ ഒരു കമ്പനിയുടെ തുടക്കത്തിൽ നമ്മൾക്ക് എപ്പോഴും അത്ര ഭയങ്കര വലിയൊരു എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും വേണ്ടിവരില്ല, മേ ബി. അപ്പോൾ വേണ്ട നമ്മളെന്തെങ്കിലും വലിയ പ്രൊഡക്റ്റ്, വലിയ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പോലുള്ള വലിയ സംവിധാനങ്ങളിലേക്ക് പോകുമ്പോൾ വലിയ ഫണ്ടിങ് വേണ്ടി വരുള്ളൂ. അതല്ലാതെയുള്ള കമ്പനികൾക്കെല്ലാം ചെറിയ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഞാൻ ലേമൻ ടേംസിൽ പറയാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ വേണ്ടിയിട്ട് അപ്പോൾ അവർക്ക് നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഈ ഏഞ്ചൽ ഫണ്ട് എന്ന് പറയും. അതായത് ആ മീനിങ് പോലെ തന്നെ ഒരു ഏഞ്ചൽ, അയാൾ വന്ന് ഇയാളെ രക്ഷിക്കുക എന്ന് പറയുന്ന, അത് ആ ഫണ്ട് ഉണ്ടെങ്കിലേ ആ കമ്പനി മുന്നോട്ട് പോകുള്ളൂ. അതിന് സഹായിക്കുന്ന ഒരു വ്യക്തി. അതെ, നമുക്കൊരു HNI എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ഹൈ നെറ്റ്വർത്ത് ഇൻകം ഉള്ള ഒരു എന്താ പറയുക, ലൈക്ക് ഒരു ഇൻഡിവിജ്വൽ. ആ ഇൻഡിവിജ്വലിന് ഒരു ഏഞ്ചൽ ഫണ്ടായിട്ട് മാറാം. അവർ ഈ ഏഞ്ചൽ ഗ്രൂപ്പുകൾ വഴി വരുന്നുണ്ട്, പേഴ്സണലി വരുന്നുണ്ട്. ഇപ്പോൾ എന്നെ പേഴ്സണലി ബന്ധപ്പെട്ടിട്ട്, ഇപ്പോൾ ആദ്യം തന്നെ പറയും നിങ്ങളുടെ കമ്പനി ചെയ്യാനല്ല, വേറെ കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾ ഇതിനെ അറിയാമല്ലോ, അപ്പോൾ അവരെ കണക്ട് ചെയ്ത് തരുമെന്ന് വെച്ച് വന്ന 2 പേരുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഫെസിലിറ്റേറ്റർ മോഡലിൽ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അവർക്കൊരു കമ്പനി ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കൈൻഡ് ഓഫ് HNIs വരാം. ഈ കഴിഞ്ഞ ഏഞ്ചൽ ഫണ്ട് ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട്, ഇവിടെ പലതരം ഗ്രൂപ്പുകളുണ്ട്, അതിലുള്ള ആളുകളുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന വലിയ ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് മോഡലിലേക്ക് നമ്മൾ മാറിപ്പോകേണ്ടത്. അത് നമുക്ക് വലിയ ലെവൽ ഓഫ് മാർക്കറ്റിംഗ്, എപ്പോഴും മാർക്കറ്റിങ്ങിനാണ് എല്ലായിടത്തും ഫണ്ട് കൂടുതൽ വേണ്ടത്. അല്ലാതെ ഡെവലപ്മെൻറ്റ് ടീമിന്, എഞ്ചിനീയറിംഗ് ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യാനൊന്നുമല്ല ഒരു കമ്പനിക്കകത്തും നമുക്ക് ഫണ്ട് വേണ്ടത്, മാർക്കറ്റ് ചെയ്യാനാണ്. ശരിക്കും ക്യാപിറ്റൽ വരുമ്പോൾ അവരുടെ ചില താല്പര്യങ്ങൾ, കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ അവരുടെ ഇടപെടലുകൾ എത്രമാത്രം ഉണ്ടാവാറുണ്ട്? അത് ഇപ്പോൾ നമ്മൾ പല കണ്ടീഷൻസും എഗ്രി ചെയ്തിട്ട് ഫണ്ട് മേടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതിനകത്ത് കുടുങ്ങിപ്പോയ ആളുകളുണ്ട്, അതിനകത്തുനിന്ന് അത് വൃത്തിയായി ചെയ്ത് രക്ഷപ്പെട്ട ആളുകളുണ്ട്, പലതരം ആളുകളുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിൻ്റെ എഗ്രിമെൻറ്റ് മോഡലിലാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഉള്ളത്. അതിനകത്ത് തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളുടെ ഇൻവെസ്റ്ററുടെ താല്പര്യം തീർച്ചയായിട്ടും സംരക്ഷിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ ഇൻവെസ്റ്റർ, ഇപ്പോൾ നമ്മൾ പറയുകയാണ് എനിക്ക് മാർക്കറ്റ് ചെയ്യാനാണ്, അങ്ങനത്തെ അനുഭവമുള്ള കമ്പനി, റീസെൻ്റ്ലി കമ്പനികൾ, ഞാൻ പേര് പറയാതെ തന്നെ പറയാം, അത് മാർക്കറ്റിങ്ങിന് വേണ്ടി കോടികൾ എടുത്ത് മാർക്കറ്റ് ചെയ്യാൻ, ആക്ച്വലി ഒരു കമ്പനി മാർക്കറ്റ് ചെയ്തിട്ടാണ് ഞാൻ 10 രൂപ ഉണ്ടായിരുന്ന ഷെയർ 100 രൂപയാക്കുന്നതെന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഫണ്ട് ചെയ്ത ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ 10 രൂപ ചിലവാക്കുന്നുണ്ടോ അല്ലെങ്കിൽ 100 രൂപ ചിലവാക്കുന്നുണ്ടോ എന്നുള്ളതാണല്ലോ നോക്കുന്നത്. ഇയാളൊന്നും ചിലവാക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ ഷെയറിൻ്റെ വാല്യൂ കൂടില്ല എന്നാണ് അയാൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്ത സ്ഥലത്തെല്ലാം കിട്ടിയ ഫണ്ട് കൊണ്ടേ ചിലവഴിച്ച്, മാർക്കറ്റിങ്ങിന് വേണ്ടി ചിലവഴിച്ച് ഒരു ഗുണമില്ലാതെ പെട്ടുപോയ വലിയ കമ്പനികൾ നമ്മളിവിടെ ഉണ്ട്. അപ്പോൾ ഫണ്ടിങ് എന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നു, കൃത്യമായിട്ടുള്ള പ്ലാൻ വെച്ച് നമുക്ക് എന്തിനാണ് വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്ന് കൃത്യമായിട്ട് പ്ലാൻ വെച്ചിട്ടുള്ളൊരു ഇൻവെസ്റ്ററെ കൺവിൻസ് ചെയ്യിപ്പിച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ചില ആളുകൾക്ക് ഈ ഫണ്ടിങ് എടുത്തു കഴിഞ്ഞാൽ അവർ വിഴുങ്ങുമോ അങ്ങനത്തെ സംശയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഇവിടുത്തെ ബേസിക് ആയിട്ടുള്ള കമ്പനികളെല്ലാം, ഇപ്പോൾ എൻ്റെ അടുത്തൊക്കെ വന്ന് സംസാരിക്കുന്ന കമ്പനികളടുത്ത് ഞാൻ പറയുന്നത്, നിങ്ങൾ 15% കൂടുതൽ കൊടുക്കാൻ പാകത്തിലുള്ള ഫണ്ടിങ് എടുക്കരുത് എന്നാണ്. അപ്പോൾ അവർക്ക് അങ്ങനെയാണ്, അതിൻ്റെ ഒരു സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നിങ്ങൾ
ചെയ്യാൻ പാടുള്ളൂ. എല്ലാവരുടെയും ആവശ്യം നമുക്കറിയാലോ, എനിക്ക് കൂടുതൽ ഷെയർ കിട്ടുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമായിരിക്കാം. പക്ഷേ കൈൻഡ് ഓഫ് എക്സിറ്റ് ചെയ്യാൻ പ്ലാനുള്ള ഇൻവെസ്റ്ററൊന്നും അങ്ങനത്തെ വലിയ എനിക്ക് 51% വാശിയായിട്ടൊന്നും ഒരു ഇൻവെസ്റ്ററും വരില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. ചില ഇൻഡിവിജ്വൽസ് ചിലപ്പോൾ വരും, ബട്ട് ഒരു വലിയൊരു ഗ്രൂപ്പ് അങ്ങനത്തെ ആളുകളൊന്നും ഒരിക്കലും ഇത്ര വലിയ ഫണ്ടിങ് വെച്ച് അങ്ങനെ ഒരു പ്ലാനായിട്ട് വരില്ല. ഈ നിക്ഷേപകരെ കണ്ടെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു പുതിയ സംരംഭകനെ സംബന്ധിച്ചിടത്തോളം? പലതരം നിക്ഷേപകരെ വേണ്ടിവരും നമുക്ക്. ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് ഒരു സ്ട്രാറ്റജിക് പാർട്ണറെയാണ്. അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സർവീസസ് കമ്പനി ആയതുകൊണ്ട് ഇതിനകത്തേക്ക് വലിയൊരു നിക്ഷേപം വന്ന് ഫണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇന്ന ദിവസം കൊണ്ട് ഇത് എന്താ പറയുക, നമ്മൾ ഇത്ര ക്ലൈൻറ്റിനെ കിട്ടും. ഇതൊരു സർവീസസ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് ഒരിക്കലും ആ നമ്പറൊന്നും കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പ്രൊഡക്റ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അത് കൃത്യമായിട്ട് ഒരുവിധം പറയാൻ സാധിക്കും. ഇപ്പം ഞാനൊരു പ്രൊഡക്റ്റ് ഇറക്കി, ആ പ്രൊഡക്റ്റിന് മാർക്കറ്റ് സൈസ് ഇത്രയുണ്ട്, ഈ മാർക്കറ്റ് സൈസിനകത്തുനിന്ന് ഞാൻ 10% നമ്മുടെ കമ്പനിയിലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ആ നമ്പറുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തം നമുക്കറിയാം 140 കോടി ജനങ്ങളുണ്ട്. അതിനകത്ത് ഇത്ര പകുതി ആളുകൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നു. ഞാൻ ഇതിനകത്തു നിന്നുള്ള ഒരു ഇത്ര ക്ലയൻസിനെ എൻ്റെ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ത്രൂ നമ്മളുടെ ഇതിലേക്ക് കൊണ്ടുവരും എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻഡസ്ട്രിയിൽ ഇറക്കുന്ന പ്രൊഡക്റ്റുകൾക്ക് സ്വാഭാവികമായിട്ട് നമ്പേഴ്സ് പറയാൻ പറ്റും. അപ്പോൾ നമ്പേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പേഴ്സ് അച്ചീവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമുക്ക് നടത്തുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇൻവെസ്റ്റർ അത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ മതി. അപ്പോൾ ഇൻവെസ്റ്റർക്ക് ഇതിനെക്കുറിച്ചിട്ടൊരു ധാരണ വേണം. ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് കമ്പനിയിലാണ്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് സർവീസസ് ഇൻഡസ്ട്രിയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സർവീസസ് ഇൻഡസ്ട്രിക്കകത്ത് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് വേണ്ടത് ഒരു സ്ട്രാറ്റജിക് പാർട്ണറാണ്. അതായത് അയാൾക്ക് ഇവിടെ എന്താ നടക്കുന്നത് അറിയണം, അയാൾക്ക് ഇതിലേക്ക് കൂടുതൽ ബിസിനസ് കൊണ്ടുവരാൻ പറ്റുന്ന തരം പാർട്ട്നേഴ്സിനെ വരെ നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ ERP നെക്സ്റ്റിനകത്ത് ഞങ്ങൾക്ക് വേണ്ട ഒരു സ്ട്രാറ്റജിക് പാർട്ണറാണ്. കാരണം ERPയും കാര്യങ്ങളൊക്കെ ചെയ്ത് അത് ഇംപ്ലിമെൻറ്റേഷനൊക്കെ പരിചയമുള്ള ആളുകളെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ ഉപകാരം ചെയ്യും. അപ്പോൾ പലതരം പാർട്ണർമാരെയും അവരും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അവർക്കും അറിയാം ഇതിനകത്തൊന്നും ഗുണമുണ്ടെന്നുള്ളത്. മറ്റേത് നമ്മളിപ്പോൾ ഈ പലതരം ആളുകളുണ്ടല്ലോ, നമ്മളുടെ പല ഇൻഡസ്ട്രിയിലും ഇപ്പോൾ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന തരം ഇൻഡസ്ട്രികൾ കുറേ ഉണ്ടല്ലോ ഇവിടെ. അതിനകത്തുനിന്ന് വരുന്ന ഒരാൾ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിക്കകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരട്ടിയാക്കാന്നൊക്കെ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ എൻ്റർപ്രീനർ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ കുടുങ്ങുകയുള്ളൂ. അത് നടക്കാനും പോകുന്നില്ല, അയാളത് വലിയ ബുദ്ധിമുട്ടാക്കുകയും ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മളിതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മൾ പറയുന്ന കാര്യം മനസ്സിലാവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമ്മൾ ചെയ്യുന്ന കാര്യം മനസ്സിലാവാത്ത ഒരാൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് അത് നമുക്ക് ബുദ്ധിമുട്ടേ ഉണ്ടാക്കുള്ളൂ എന്നുള്ളൊരു അനുഭവമുണ്ട്. ആദ്യം പറഞ്ഞല്ലോ പല കമ്പനികളും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ എഗ്രിമെൻറ്റിൻ്റെ കാര്യത്തിൽ കുടുങ്ങിപ്പോയ കമ്പനികളുണ്ടെന്ന്. അതെങ്ങനെയാണ് അങ്ങനെ? അത് ഞാൻ കുടുങ്ങുക മീൻസ് അത് ഇപ്പോൾ നമ്മൾ ടാർഗറ്റ് വെക്കും. ഇപ്പോൾ ഞാൻ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഒരു 2 ഇയർ അല്ലെങ്കിൽ 18 അല്ലെങ്കിൽ 24 മന്ത്സിൻ്റെയൊക്കെ ടാർഗറ്റ് വെച്ചിട്ട് അന്നായിരിക്കും നമ്മളിപ്പോൾ ഇനീഷ്യലി നമ്മൾ പൈസ വാങ്ങിക്കുമ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുമ്പോൾ തന്നെയല്ല നമ്മൾ ഷെയർ കൊടുക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഷെയർ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ കൈൻഡ് ഓഫ് ഒരു പ്രൊമിസറി നോട്ട് പോലുള്ള കൈൻഡ് ഓഫ് ഇതിന് ശേഷം ഞങ്ങൾ 18 മന്ത്സ് കഴിഞ്ഞിട്ട് അന്നത്തെ വാല്യുവേഷൻ, നമ്മുടെ കമ്പനിക്ക് വാല്യുവേഷൻ നമ്മൾ എടുക്കുമല്ലോ. അതായത് എൻ്റെ കമ്പനി 18 മാസം കഴിഞ്ഞാൽ എന്ത് വാല്യുവേഷനിലെത്തും, അപ്പോൾ അല്ലെങ്കിൽ 18 മാസം കഴിഞ്ഞപ്പോൾ എന്ത് വാല്യുവേഷനിലെത്തി, ആ വാല്യുവേഷൻ വെച്ചിട്ടായിരിക്കും ഞാൻ നിങ്ങൾക്ക് ഷെയർ തരുന്നത് എന്നുള്ള രീതിയിലെ കണ്ടീഷൻസൊക്കെ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ പറയുന്ന നമ്മളുടെ ഓപ്പറേഷൻസിൻ്റെ ഭാഗമായിട്ട് ഇത് വിചാരിച്ച ടാർഗറ്റുകളിലേക്ക് എത്തിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ അന്ന് കണ്ണടച്ച് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്ന കണ്ടീഷൻസിനെ തിരിച്ച് ലീഗലായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് തിരിച്ചു വരും. കാരണം ഏതൊരു ഫണ്ട് ചെയ്ത ഒരാളും അയാളെ ലീഗലി പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 2 തരം സ്റ്റാർട്ടപ്പ് അതായത് എൻ്റർപ്രീനേഴ്സ് നമ്മുടെ ഇവിടെ ഉണ്ട്. ഒന്ന് നമുക്ക് വേണമെങ്കിൽ അവർ, ഇപ്പോൾ ഞാൻ സ്റ്റുഡൻ്റ് എന്ന് പറയുന്നില്ല, ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടുള്ള ആളുകൾ, പ്രോജക്റ്റുകൾ. അതെ, യെസ്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് ചിലപ്പോൾ ഐഡിയ വൈസ് അത് ഭയങ്കര ഗുണം ചെയ്യും. പക്ഷേ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഇതുപോലെ ആളുകളെ മാനേജ് ചെയ്തിട്ടുള്ള പരിചയം, എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് അതൊക്കെ അവർക്ക് എക്സ്പീരിയൻസ് ചിലപ്പോൾ ടെക്നോളജിയിൽ മാത്രമായിരിക്കും. എനിക്ക് പാസ് ഔട്ട് ആയ സമയത്ത് എനിക്ക് ടെക്നോളജി മാത്രമേ അറിയുള്ളൂ. ഒരു കമ്പനി എങ്ങനെ റൺ ചെയ്യണമെന്ന് അറിയില്ല, ആളുകളുടെ അടുത്ത് ഇപ്പോൾ വേറൊരു ബിസിനസ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയില്ല. അതൊക്കെ എക്സ്പീരിയൻസ് നിന്ന് മാത്രം കിട്ടുന്ന ചില സാധനങ്ങളാണ്. അതറിയാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഞാൻ ടെക്നോളജി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ അത് ആർക്കും കൊടുക്കാൻ പറ്റാത്ത ടെക്നോളജി ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് മാർക്കറ്റ് അറിയാവുന്ന, ഇതെങ്ങനെ വിൽക്കാൻ പറ്റുന്ന അറിയാവുന്ന ആളുകൾ കൂടി നമ്മളുടെ കൂടെ ഉള്ള ഒരു ടീമിലേക്കാണ് ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളും വന്നിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി നമ്മളെപ്പോഴും ഫേസ് ചെയ്യും. ഇപ്പോൾ അത് പക്ഷേ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വെറുതെ പൈസ കൊണ്ടു തരുന്ന ഒരാളെ എൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്ററായിട്ട് എടുക്കാൻ പറ്റില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം എനിക്കുണ്ട്. കാരണം ഇതൊരു സർവീസസ് ഇൻഡസ്ട്രിയാണ്. ഇത് പലതരം കാരണങ്ങൾ കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൊറോണ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ പലതരം കാരണങ്ങൾ കൊണ്ട് പലതരത്തിൽ നമ്മളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സംഭവം. അപ്പോൾ ഇത് മനസ്സിലാക്കുന്ന ആളെ മാത്രമേ നമുക്ക് ഇതിനകത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു പാർട്ണറാണ്. ചിലവർക്ക് മാർക്കറ്റിംഗ് ആയിട്ടുള്ള പാർട്ണർ, മാർക്കറ്റിംഗ് മാത്രം ചെയ്യുന്ന കൈൻഡ് ഓഫ് കമ്പനികളുണ്ട്, അവർ ചിലപ്പോൾ പാർട്ണറായിട്ട് ചെയ്യാൻ പറ്റും.
ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് ടെക്നോളജി പാർട്ണറായിട്ട് വരാൻ പറ്റുമെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. കാരണം അവർക്ക് ടെക്നോളജി ടീമിനെ ഉണ്ടാക്കാൻ അറിയില്ല, അവർക്ക് ഐഡിയ ഉണ്ട്, പക്ഷേ ടെക്നോളജി ടീമിനെ ഉണ്ടാക്കാം. അപ്പോൾ അവർക്ക് ടെക്നോളജി പാർട്ണറെ വേണം, അങ്ങനത്തെ ആളുകൾ. ഇപ്പോൾ കേരളത്തിൽ ഗവൺമെൻറ് എയ്ഡുകൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ഗവൺമെൻറ് എയ്ഡുകൾ കൊണ്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനും റൺ ചെയ്യാനും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ അല്ലെങ്കിൽ ഞങ്ങൾ ഭാഗമായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നോളജി പാർട്ണർ മോഡലിലൊക്കെ വർക്ക് ചെയ്യുന്ന 3-4 കമ്പനികൾ വേറെ ഉണ്ട്. അപ്പോൾ അതിൽ 2 കമ്പനികൾക്ക് ഗ്രാൻഡ് കൊണ്ട് കഴിഞ്ഞ ഒരു 2-3 വർഷം ഇവിടെ കിട്ടിയ ഒരു 15 ലക്ഷം രൂപ വരെ ഗ്രാൻഡ് കിട്ടിയ കമ്പനികളുണ്ട്, 2 അപ്പോൾ അത്തരം കമ്പനികൾക്ക് ആ ഗ്രാൻഡ് കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അതിന് എത്രമാത്രം സാധ്യതയുണ്ട് അതിന് ലഭിക്കാൻ? നമ്മൾ വർഷത്തിൽ 40-ലധികം കമ്പനികൾ, എൻ്റെ ലിസ്റ്റ് കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കിയൊരു ലിസ്റ്റ് എന്ന് പറയുന്നത് 40-ലധികം കമ്പനികൾക്ക്, 60 വരെ കമ്പനികൾക്കൊക്കെ ഈ പറഞ്ഞ ഗ്രാൻഡ് 7-8 ലക്ഷം രൂപ വെച്ചിട്ട്, അല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജ് ആകുമ്പോഴേക്കും 5 ലക്ഷം രൂപ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ട്. അതിനൊരു സെലക്ഷൻ പ്രോസസ്സൊക്കെ എങ്ങനെയായിരിക്കും? സെലക്ഷൻ പ്രോസസ്സ് നമ്മളാദ്യം നമ്മളുടെ KSUMൻ്റെ പോർട്ടലുണ്ട്, അതിൻ്റെ പോർട്ടലിനകത്ത് രജിസ്റ്റർ ചെയ്യണം. അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഐഡിയ ഗ്രാൻഡ്, മറ്റേ പ്രൊജക്ഷൻ ഗ്രാൻഡ് എന്നുള്ള കാറ്റഗറീസ് ഉണ്ട് എത്രയെന്നുള്ളത്. അത് അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ലെവലിൽ സ്ക്രൂട്ടിനി സെലക്ട് ചെയ്യുന്നതിനുള്ള ഒരു പാരാമീറ്റേഴ്സ് ഒക്കെ എങ്ങനെയാണ് സെലക്ട് ചെയ്ത് ഇനീഷ്യൽ ലെവല്? ഇപ്പോൾ നമ്മൾ പറയുന്ന പുതിയ ഐഡിയ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന സ്കെയിലപ്പ് ആണെങ്കിൽ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുന്ന പൊസിഷനിലാണ് ആ കമ്പനി ഇരിക്കുന്നത്. ആ ഇനീഷ്യൽ മറ്റേ സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു എക്സ്പേർട്ട് ടീമിൻ്റെ അടുത്ത് പോകും. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റൈസേഷൻ ഗ്രാൻഡൊക്കെ ആണെങ്കിൽ നമ്മളുടെ ഐഡിയ ഒരു പാനലിൻ്റെ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കണം. ആ പാനൽ കൺവിൻസിങ് ആവണമെങ്കിൽ നമ്മളെ അത് റാങ്ക് ചെയ്യും. ആ റാങ്കിനകത്ത് ഇത്ര പേർക്ക് ഒരു വർഷം കൊടുക്കാൻ പറ്റുന്ന ഫണ്ട് ഗവൺമെൻറ് ഡിസൈഡ് ചെയ്യുന്നുണ്ടല്ലോ, അതിനകത്ത് കൊടുക്കാൻ പറ്റുന്ന ഫണ്ടിൽ എത്ര സ്റ്റാർട്ടപ്പുകൾ ഉൾപ്പെടുത്താൻ പറ്റും, ആ രീതിയിൽ നമുക്ക് കിട്ടും. ഈ സ്റ്റാർട്ടപ്പ് മിഷന് പുറത്ത് ഈ ഇൻക്യുബേഷനും അതുപോലെ തന്നെ ആക്സലറേറ്റേഴ്സായിട്ടും കേരളത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? എനിക്ക് അത്ര അറിവുള്ളൊരു മേഖലയല്ല. എന്നാലും ഇപ്പം ഞങ്ങളുടെ അവിടെ പ്രൊജക്റ്റ്, ഞാൻ പറഞ്ഞ രീതിയിലുള്ള പ്രൊജക്റ്റുകൾ ചെയ്യാൻ വന്ന ചില സ്റ്റാർട്ടപ്പുകൾക്ക് നമ്മുടെ ഇവിടുത്തെ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫണ്ട് കിട്ടിയ കമ്പനികളുണ്ട്. അതായത് മറ്റേ ഇന്ത്യയിലത്തെ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, യൂണിയൻ ഗവൺമെൻറ് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിൽ ഫണ്ട് കിട്ടിയ കമ്പനികളുണ്ട്. അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഇൻക്യുബേഷൻ സെൻറ്റേഴ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ അത്തരം വലിയ സംവിധാനങ്ങളുണ്ട്. ചെറിയ രീതിയിൽ ഇപ്പോൾ നമ്മുടെ ഇവിടെ പ്രൈവറ്റ് ആയിട്ടുള്ള ചില കമ്പനികൾ വലിയ രീതിയിൽ പ്രൊമോഷനൊക്കെ നടത്തി കമ്പനികൾക്ക് ഇൻക്യുബേഷൻ കൊടുക്കുന്ന പ്രോസസ്സുകളെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ലൈക്ക് ഇപ്പോൾ ERP നെക്സ്റ്റ് എന്ന് പറയുന്ന അവർ ഇപ്പോൾ ഫ്രാപ്പേ ഇൻക്യുബേഷൻ കൊടുക്കുന്നുണ്ട്. അവർ 10 lakhs rupees വെച്ചിട്ട്, പക്ഷേ അത് ഫ്രാപ്പയുടെ മുകളിലായിരിക്കണം ചെയ്യേണ്ടത്. അങ്ങനത്തെ കമ്പനികളുണ്ട്. അതായത് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് വേറെ തേർഡ് പാർട്ടി കമ്പനികളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും പ്രൊഡക്റ്റ് ഐഡിയ അല്ലെങ്കിൽ ഏതൊരു സ്പെസിഫിക് ഏരിയക്കകത്ത് അവർ വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ അതിനുവേണ്ടി ഫണ്ട് കൊടുക്കുന്ന ആളുകൾ ഒരു സ്പെസിഫിക് ഏരിയ ആയിരിക്കണം അത്. ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എഞ്ചിനീയറിംഗ് കോളേജുകളായിട്ട് ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഈ മേഖലയിലുണ്ടോ? ഇപ്പോൾ നമുക്ക് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടപ്പ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെയുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിലും പോളിടെക്നിക്കുകളിലും അതുപോലെ തന്നെ നമ്മുടെ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ആർട്സ് കോളേജിൽ പർട്ടിക്കുലർ എന്തോ സബ്ജക്റ്റുള്ള സ്ഥലങ്ങളിൽ ഇത്ര സ്ഥലം വേണമെന്ന് മാത്രമാണ് നിബന്ധന വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു സഹായമായിരിക്കും. പഠിക്കുമ്പോൾ തന്നെ ഒരു ഇൻഡസ്ട്രി എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത്, അത് നമ്മൾ പറയുന്ന ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് മാറി ഒരു ഇൻഡസ്ട്രി കണക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ ഗുണം ചെയ്യുന്നൊരു പരിപാടിയാണ് ഗവൺമെൻറ്റിൻ്റെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്ന് പറയുന്നത്. ഈ മേഖലയിൽ സമീപകാലത്ത് ഇപ്പോൾ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിലും കേരള ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിലും എന്തൊക്കെ നയങ്ങളാണ് ഇതിനെ സഹായിക്കുകയോ അല്ലെങ്കിൽ ഇതിന് പ്രതിബന്ധങ്ങളായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇതിന് സഹായകരമായിട്ടുള്ള എന്തൊക്കെ പോളിസികളാണ് ഉള്ളത്? പോളിസികൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ലളിതമായിട്ട് വരുന്ന രീതിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പോളിസികൾ ഭയങ്കര പ്രൊമിസിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ തരത്തിലുള്ള പോളിസികളായിട്ടാണ് യൂണിയൻ ഗവൺമെൻറ് ആണെങ്കിലും അതെ കേരള ഗവൺമെൻറ് ആണെങ്കിലും അതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അതിനകത്ത് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മറ്റേ വിങ് എന്ന് പറയുന്നത് നമ്മുടെ KSUM ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു KSUM ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും മറ്റ് സംസ്ഥാനങ്ങളും ഇത് അതേപോലെ തന്നെ പല മേഖലകളിലേക്ക് എടുത്തുപയോഗിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റമായിട്ട് ഇന്ത്യ മൊത്തത്തിൽ വളരുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അടുത്തൊരു വെല്ലുവിളി സ്റ്റാർട്ടപ്പുകൾ നേരിടാൻ സാധ്യതയുള്ളതൊരു മാർക്കറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനവരെ സഹായിക്കാൻ കഴിയുന്ന എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ? മാർക്കറ്റിങ്ങിനും ഈ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിങ്ങിന് വേണ്ടി മാത്രം മറ്റേ പാർട്ട് ഓഫ് എല്ലാവരും ഞാൻ ഗ്രാൻഡ് എന്ന് പറയില്ല, അതിന് ഗ്രാൻഡ് ഉണ്ട്, അതുകൊണ്ട് പറയുന്നതാണ്. ഗ്രാൻഡ് ഉണ്ട്. അതിനുവേണ്ടി നമുക്ക് നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും ഇൻഡസ്ട്രി ആയിട്ടുള്ള നെറ്റ്വർക്കിംഗ്, ഇൻഡസ്ട്രിയിലെ ആളുകളായിട്ടുള്ള നെറ്റ്വർക്കിംഗ്, ഞാൻ ഈ പറഞ്ഞ കൺസൾട്ടൻസ് ആയിട്ടുള്ള നെറ്റ്വർക്കിംഗ്, ഇതാണല്ലോ വേണ്ടത്. അതിന് ഞാൻ ഈ പറയുന്ന ഇയർലി നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രോഗ്രാമിലും അതിന് വേണ്ടിയിട്ടുള്ള വേദികൾ ഇഷ്ടംപോലെ നമുക്കുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഹഡിൽ ഗ്ലോബിന് പോയി, അല്ലെങ്കിൽ മുന്നത്തെ വർഷത്തെ ഹഡിൽ ഗ്ലോബിന് പോയി, അങ്ങനത്തെ പരിപാടികളൊക്കെ പോകുമ്പോൾ നമ്മളവിടെ മിനിമം ഒരു 10-100 പേരായിട്ട് പരിചയപ്പെടാനുള്ള അവസരം, ഡയറക്റ്റ്ലി മീറ്റ് ചെയ്യാനുള്ള അവസരം നമുക്ക് കിട്ടും.
അത് 100 എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരാളടുത്ത് ഞാനൊക്കെ കൂടുതൽ സംസാരിക്കുന്നതുകൊണ്ട് കൂടുതൽ സംസാരിച്ചിരുന്ന് പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ കണക്ട് ചെയ്യാൻ മാത്രമായിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അത് 100, 150, 200. കാരണം ഒരു 3000, 4000 പേര് വരുന്ന സ്ഥലത്ത് നമുക്ക് നെറ്റ്വർക്കിംഗ് ചെയ്തെടുക്കുക, അവരായിട്ടുള്ള കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കുക, അതുവഴി നമ്മളുടെ പ്രൊഡക്റ്റിന് എന്തെങ്കിലും മാർക്കറ്റ് ഉണ്ടോ എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യുക. വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾ വരുന്നുണ്ട്, അപ്പോൾ അവിടെ മാർക്കറ്റ് ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അതെല്ലാം നമുക്ക് സാധിക്കും. പിന്നെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ദുബായിലെ ജിടെക്സിന് വേണ്ടിയിട്ട് ജിടെക്സിലേക്ക് നമ്മുടെ അവിടുന്ന് സ്റ്റാർട്ടപ്പ് മിഷനകത്തുനിന്ന് കമ്പനികളെ കൊണ്ടുപോകുന്നുണ്ട്. അത് ഭയങ്കര വലിയൊരു സ്പേസാണ് കൊടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷനകത്തുള്ള ആളുകൾ അവിടെ പോയി അവർക്ക് വലിയൊരു എക്സ്പോഷർ അവർ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് രംഗത്ത് ഇപ്പോൾ കണ്ടുവരുന്ന ട്രെൻഡ് ഏതൊക്കെ പുതിയ മേഖലകൾ ഏതൊക്കെയാണ് കൂടുതൽ സാധ്യതയുള്ളത്? സാധ്യതകൾ ഏതാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എന്നാൽ തന്നെ സ്റ്റാർട്ടപ്പുകളുടെ ഒരു സ്വഭാവം അതെ, പുതിയ ടെക്നോളജീസ്, അതായത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ റോബോട്ടിക്സ് അല്ലെങ്കിൽ ഗെയിമിംഗ് പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ ബിഗ് ഡാറ്റ അനാലിസിസ് പോലുള്ള പ്രോസസ്സുകൾ. അപ്പോൾ അതിന് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആളുകൾ വരുന്നുണ്ട്. അതിനകത്ത് AI-യിലാണ് കൂടുതലായിട്ടുള്ള കമ്പനികൾ വരുന്നത്. അതായത് നമുക്കറിയാമല്ലോ AI-യുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഓപ്പൺ സോഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമുക്ക് കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടെങ്കിലാണ് നമുക്കൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്ത് നമ്മളുടെ സ്വന്തമായിട്ടുള്ളൊരു മോഡലെല്ലാം ചെയ്ത് അതിനെ വലിയൊരു രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറേ ആളുകളെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല ഐഡിയാസ് പല ഇൻഡസ്ട്രിക്കകത്ത്, എല്ലാ ഇൻഡസ്ട്രിക്കകത്തും നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യൂസ് കേസസ് വരുന്നുണ്ട്. അപ്പോൾ അതായി വരാൻ കുറച്ച് സമയമെടുക്കും. ഇപ്പോൾ നമ്മൾ എല്ലാം പറയുന്നത് പോലെ ഇപ്പോൾ കേരളത്തിലൊരു 500 IT കമ്പനി ഉണ്ടെങ്കിൽ അതിനകത്ത് AI ടീമുള്ള വളരെ കുറവ് കമ്പനികളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ജോലി സാധ്യത അങ്ങനെയൊന്നും വെച്ച് കാണാതെ ഇത് ചെയ്യുന്ന കമ്പനികളുടെ എണ്ണം കൂടുന്നുണ്ട്. അത് വെച്ചിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ എപ്പോഴും ഒരു കമ്പനി നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇവിടെയുള്ള ആളുകൾക്ക് ജോലി കൊടുക്കാനും കൂടി അത് ഉപകാരപ്പെടണം എന്നുള്ളൊരു കൺസെപ്റ്റുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അങ്ങനെ പറയുന്നത് കേട്ടോ. അതായത് അവർക്ക് തീർച്ചയായിട്ടും ഒരു കമ്പനി വരുന്നു, ആ കമ്പനി എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, എന്നിട്ട് അവർ ഇവിടുന്ന് പോകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ആ കമ്പനി വരുന്നു, അവർ ഇവിടെ വളരുന്നു, എന്നിട്ട് അവർ നമ്മുടെ ഇവിടുത്തെ നാട്ടിലത്തെ ആളുകൾക്ക് ജോലി കൊടുക്കുന്നു എന്നുള്ളതിലേക്ക് വളർന്നാൽ മാത്രമാണല്ലോ ഒരു നമ്മുടെ നാടിന് തന്നെ ഉപകാരപ്പെടുള്ളൂ. അതിൻ്റെ ഒരു മാർക്കറ്റിൻ്റെ ഒരു സാധ്യത, മാർക്കറ്റ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ ഇവിടെ പുതുതായിട്ട് എന്ത് ചെയ്താലും അതിന് ഒരു സമയമുണ്ട്. അത് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ ഇവിടെ നമ്മളെല്ലാവരും മറ്റേ സ്ക്രാച്ച് ചെയ്തിട്ട് മറ്റേ മൊബൈൽ റീചാർജ് ചെയ്തുകൊണ്ടിരുന്നൊരു സമയം ഉണ്ടായിരുന്നു അല്ലേ? അല്ലെങ്കിൽ നമ്മളൊരു മൊബൈൽ റീചാർജിങ് ഷോപ്പിൽ പോയിട്ട് മൊബൈൽ റീചാർജ് ചെയ്യുന്ന സമയം. അതിനകത്തു നിന്നും നമ്മൾ ആദ്യമായിട്ട് ഓൺലൈനായിട്ട് മൊബൈൽ റീചാർജ് ചെയ്യുന്നത് എൻ്റെ ഓർമ്മയിൽ ഈസി മൊബൈൽ റീചാർജ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമായിരുന്നു. പക്ഷേ ആ പ്ലാറ്റ്ഫോം എനിക്ക് തോന്നുന്നു അത് കാലത്തിന് മുന്നേ മുന്നേ വന്നൊരു പ്ലാറ്റ്ഫോമായി പോയി. അവരെയൊക്കെ കൂടുതൽ ഇവിടെ PayTM വന്നപ്പോൾ PayTM അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് വെച്ചിട്ട് ആളുകൾ മുഴുവൻ ഇപ്പോൾ ഓൺലൈൻ റീചാർജ് തുടങ്ങിയത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ ഓർമ്മയിൽ ചിലപ്പോൾ PayTM ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് വന്ന സമയത്തിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടെ OTT പ്ലാറ്റ്ഫോം വന്നത് നമ്മുടെ ഇവിടെ 3G+ ഇൻ്റർനെറ്റ് സ്പീഡ് വന്നപ്പോൾ വന്നതാണ്. നമ്മുടെ ഇവിടെ 2G ഇൻ്റർനെറ്റ് സ്പീഡുള്ള സമയത്ത് കേരളത്തിലൊരു OTT പ്ലാറ്റ്ഫോം വന്നിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ OTT പ്ലാറ്റ്ഫോം വന്നിട്ടുണ്ടായിരുന്നു. OTT പ്ലാറ്റ്ഫോം ഒരു സിനിമയോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു 1-2 സിനിമകളൊക്കെ റിലീസ് ചെയ്തു. അന്ന് സിനിമാ മേഖലയിലേക്കുള്ള ആളുകൾ വരെ അതിനെ എതിർത്തു. ആളുകൾക്ക് ഇത് കാണാൻ പറ്റുന്നില്ല. 2G ഇൻ്റർനെറ്റ് സ്പീഡിനകത്ത് ഒരു OTT പ്ലാറ്റ്ഫോമിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സമയം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഈ പറയുന്ന ഇപ്പോൾ വന്ന പ്ലെയേഴ്സ് എല്ലാം അവർക്കറിയാം ഇവിടെ 4G ഇൻ്റർനെറ്റ് സ്പീഡ് ഉണ്ട്, ആളുകൾ OTT പ്ലാറ്റ്ഫോം വന്നു കഴിഞ്ഞാൽ ആളുകൾ ഉപയോഗിക്കും. അപ്പോൾ സമയം എല്ലാവരും ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ AI യൂസ് ചെയ്തിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് യൂസ് ചെയ്യാൻ നമ്മുടെ ഇവിടുത്തെ ആളുകൾ തയ്യാറാവുന്ന ഒരു ടൈം, എല്ലാവരും ആ ഒരു ടൈം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അതല്ലാതെ ഇപ്പോൾ ഇവിടെയുള്ള വലിയ മാർക്കറ്റ് പ്ലെയേഴ്സിനെല്ലാം വലിയ രീതിയിലുള്ള ഈ AI ടൂൾസും കാര്യങ്ങളും ഇറക്കാൻ പറ്റും. പക്ഷേ അതൊന്നും ആരും ഇറക്കി തുടങ്ങിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഒന്നും തുടങ്ങിയിട്ടില്ല. നമ്മൾ ഈ പറയുന്ന ChatGPT പോലുള്ള വളരെ എന്താ പറയുക ലളിതമായിട്ടുള്ള രീതിയിൽ നടക്കുന്ന സംവിധാനങ്ങൾ മാത്രം. അതിൻ്റെ ബാക്ക്-എൻഡ് ഞാൻ ലളിതം എന്ന് പറയുന്നത് നമുക്ക് ലളിതമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള, അത് ഭയങ്കര ഈസിയാണല്ലോ. നമ്മൾ കൈൻഡ് ഓഫ് ഒരു ചാറ്റാണ് നമ്മൾ ചെയ്യുന്നത്. ചാറ്റ് ചെയ്യാൻ നമ്മളെ വർഷങ്ങളായിട്ട് ആളുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ്സ് ഈസി. അതുപോലത്തെ അല്ലാത്തുള്ള ഇന്നോവേഷൻസ് അത് ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങുന്ന കാലം വരുന്നതനുസരിച്ചിട്ട് ഇവിടെ ഒരുപാട് സാധ്യതകൾ വരാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ഒരു കമ്പനി രൂപീകരിക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യതകളെക്കുറിച്ചും മാർക്കറ്റിങ്ങിൻ്റെ സാധ്യതകളെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു. പക്ഷെ എന്തൊക്കെ വെല്ലുവിളികളാണ് ഒരു സ്റ്റാർട്ടപ്പ് ഇവിടെ അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ളത്? ഒരു കണക്ക് പറയുകയാണെങ്കിൽ നമ്മളിവിടെ തുടങ്ങുന്ന ഇപ്പോൾ നമ്മൾ വലിയ നമ്പറുകൾ നമ്മൾ പറയുന്നുണ്ട്. നമ്മളിവിടെ 4800-ലധികം അല്ലെങ്കിൽ 5000 സ്റ്റാർട്ടപ്പുകൾ നമ്മൾ തുടങ്ങി, ഇപ്പോഴും തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. തുടങ്ങുന്ന ഒരു സ്റ്റാർട്ടപ്പ് ആവട്ടെ എന്ത് സംരംഭം ആയിക്കോട്ടെ, തുടങ്ങുന്ന സംരംഭങ്ങളിൽ ഒരു വളരെ ചെറിയ ശതമാനം മാത്രമേ എപ്പോഴും വിജയിക്കുള്ളൂ.
അത് വിജയിക്കുന്നത് സാമ്പത്തികമായിട്ടാവാം, അതല്ലെങ്കിൽ പലതരത്തിലാവാം. ഓക്കെ, കേരളത്തിലിപ്പോൾ എത്ര ശതമാനം ഏകദേശം ഒരു പറഞ്ഞു? കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു സാധ്യത വെച്ചിട്ട് ബിലോ 5% ആണ് ഒരു സ്റ്റാർട്ടപ്പ് വിജയിക്കാനുള്ള സാധ്യതയുള്ളൂ. എൻ്റെ അനുഭവത്തിൽ അതൊരു 2% ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അതെ. കാരണം ഇവിടെ തുടങ്ങുന്ന സ്റ്റാർട്ടപ്പുകൾ ഒരു സ്റ്റേജ്, ഒരു 2-3 ഇയർ റൺ ചെയ്തതിന് ശേഷം, അതിന് പല കാരണങ്ങളുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റുഡൻസ് തുടങ്ങുന്ന സ്റ്റാർട്ടപ്പുകൾ, അല്ലെങ്കിൽ ഒരാൾ ഇപ്പോൾ പാസ് ഔട്ടായി വരുന്ന ആളുകളെ വെച്ച് ആ ഐഡിയ, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. ഇപ്പോൾ നമ്മുടെ ഇതിനകത്ത് പറയുന്ന പോലെ ഇപ്പോൾ വരവേൽപ്പ് എന്ന് പറയുന്ന സിനിമ, വരവേൽപ്പ് എന്ന് പറയുന്ന സിനിമ നമ്മുടെ ഇവിടുത്തെ സാഹചര്യത്തിന് അപ്പുറത്തേക്ക്, ആ സിനിമ പറഞ്ഞ് നമ്മളൊക്കെ മനസ്സിലാക്കിയ സാഹചര്യത്തിന് അപ്പുറത്തേക്ക് ആ സിനിമ പറയുന്നത് എൻ്റെ അഭിപ്രായത്തിനകത്ത് ഒരു സംരംഭകൻ എന്താണോ ചെയ്യേണ്ടാത്തത്, അതായത് ചെയ്യാൻ പാടില്ലാത്തത് മാത്രം ചെയ്ത സംരംഭകനാണ് അതിലത്തെ നമ്മുടെ ലാലേട്ടൻ ചെയ്ത ക്യാരക്ടർ. കാരണം അയാളുടെ സുഹൃത്തുക്കളെ വെച്ചിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നു, സുഹൃത്തുക്കൾ പറഞ്ഞ ആൾക്കാരെ വെച്ച് ചെയ്യുന്നു, പൈസ സമ്പാദിച്ചുകൊണ്ട് വന്നിട്ട് എന്താണ് ചെയ്യുന്നതെന്നുള്ളത് വേറെ ആൾക്കാരെ വെച്ചിട്ട് അതിൻ്റെ അഭിപ്രായം വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെയൊന്നുമല്ല ഒരു സംരംഭകൻ ഒരിക്കലും പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ സംരംഭകന് കൃത്യമായിട്ടുള്ള എൻ്റെ മാർക്കറ്റ് ഏതാണ്, അപ്പോൾ അതിൽ ഏത് റൂട്ടിൽ ബസ് ഓടണമെന്ന് അതിനകത്ത് തീരുമാനിക്കാനുള്ളൊരു കപ്പാസിറ്റി ആ എൻ്റർപ്രീനർക്ക് ഉണ്ടായിരിക്കണം. എൻ്റെ വണ്ടി ആരാണ് ഡ്രൈവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ വണ്ടിയുടെ കണ്ടക്ടർ ആരായിരിക്കണം എന്നൊക്കെ തരത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആളുകളെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തിയതിന് ശേഷം ആ സംരംഭം നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇവിടുത്തെ എന്തോ കുഴപ്പം കൊണ്ടാണെന്നുള്ളത്. പക്ഷേ അതല്ലാതെ കുറിച്ചുള്ള ഒരു മിനിമം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം തീർച്ചയായും. ബസ്സാണെങ്കിൽ എങ്ങനെയാണ് ഈ ബസ് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ധാരണ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് സിനിമയിൽ മോഹൻലാൽ. പക്ഷേ ആളുകൾ അങ്ങനെ മനസ്സിലാക്കിയത് ഈ രീതിയിലല്ല. ഇവിടുത്തെ എന്തോ സാമൂഹിക പ്രശ്നം കൊണ്ട് ഒരു നിഷ്കളങ്കനായ ഇൻവെസ്റ്റർക്ക് പണം നഷ്ടപ്പെട്ടു. അതും പ്രത്യേകിച്ചും ദുബായിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ പലപ്പോഴും ഇപ്പോഴും നമ്മളുടെ നാട്ടിൽ, ഇപ്പോൾ നമ്മളിത് ഡിസ്കസ് ചെയ്തുകൊണ്ട് പറയുകയാണ്, ഇപ്പോഴും നമ്മളുടെ നാട്ടിൽ ഇതേപോലെ ദുബായിലെല്ലാം ചെന്ന് സമ്പാദിച്ച് അവിടെ നിന്ന് നിർത്തിപ്പോരുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെയുള്ള, ഞാൻ ഒരാളുടെ സുഹൃത്തുക്കളെ പറ്റി പറയില്ല, സുഹൃത്തുക്കളൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പെട്ടുപോയ, തിരിച്ച് ഇതെല്ലാം നിർത്തി ദുബായിലേക്ക് തന്നെ തിരിച്ചു പോയ ഇഷ്ടംപോലെ ആളുകളെ നമ്മൾ ഇപ്പോഴും കാണാം. അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റെന്ന് പറയുന്നത് വരവേൽപ്പ് സിനിമയിൽ മോഹൻലാൽ ചെയ്ത തെറ്റാണ്. അതൊരിക്കലും നമ്മൾ ആവർത്തിക്കരുത്. അതാണ് ഈ സംരംഭങ്ങൾ നിന്നുപോകാൻ അല്ലെങ്കിൽ പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം. നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെ നമ്മളെ കൂടെ കൂട്ടിയ ആളുകൾ, ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഞാനൊരു IT കമ്പനി തുടങ്ങുകയാണ്, നീ HR മാനേജർ ആയിക്കോ, നീ CTO ആയിക്കോ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് എവിടെ എത്തില്ല. കാരണം എനിക്കത് HR മാനേജർ ആക്കണം, ഞാൻ ആ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ HR മാനേജറായിട്ട് ഇരിക്കാൻ കപ്പാസിറ്റി ഉള്ള, ഇപ്പോൾ ഞാനതല്ല ചെയ്യുന്നത്. എനിക്ക് HR മാനേജറായിട്ട് ഇരിക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഞാൻ വേറെ ആളെ വെക്കുന്നത്. സ്വാഭാവികമായിട്ട് കേപ്പബിലിറ്റി ഉള്ള ആളെ മാത്രമേ അവിടെ നമ്മൾ പ്ലേസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഓരോ പൊസിഷനിലും അതെ ചെയ്യേണ്ടത് അങ്ങനെ ആയിരിക്കണം. മറ്റ് വെല്ലുവിളികൾ, ഒരു സിസ്റ്റമിക് ആയിട്ടുള്ള മറ്റ് ചാലഞ്ച്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ റിസോഴ്സുകളെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. അത് റിസോഴ്സുകളെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഇപ്പോൾ മാറി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇത്രയും സ്റ്റാർട്ടപ്പുകൾക്ക് പ്രൊമോഷനും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഞാനൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാൻ ഇപ്പോൾ നമ്മുടെ നാട്ടിലത്തെ യുവജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതായി മാറി. അതെന്തായാലും ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷം കൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ കുറേ വിവാദങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കിയാലും ഞങ്ങൾ കുറേ ആൾക്കാരൊക്കെ പേരൊക്കെ കേട്ട് സ്റ്റാർട്ടപ്പ് എന്നുള്ള വാക്ക് ഇവിടെ കേട്ട് ഇതൊരു പരിപാടി നന്നായിട്ട് മുന്നോട്ട് പോകുന്നൊരു പരിപാടിയാണെന്നുള്ളൊരു ബോധ്യം ആളുകൾക്ക് വന്നുകൊണ്ട് അങ്ങനെ ഒരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഇത് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടപ്പുകൾക്ക് ഈ പറഞ്ഞ രീതിയിൽ നമ്മളിവിടെ നല്ല രീതിയിലുള്ള ഫണ്ടിങ്ങും കാര്യങ്ങളും കിട്ടുന്നതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് ആളുകൾക്ക് വേണ്ട നല്ല രീതിയിൽ ശമ്പളം കൊടുക്കാൻ സ്റ്റാർട്ടപ്പുകൾക്ക് ഇപ്പോൾ സാധിച്ചു തുടങ്ങിയിട്ടുണ്ട് പല ആളുകളും. അപ്പോൾ അതുകൊണ്ട് റിസോഴ്സുകൾ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും സ്കിൽഡായിട്ടുള്ള റിസോഴ്സ് നമ്മുടെ കമ്പനിയിൽ നന്നായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ വലിയൊരു MNCയിൽ വലിയൊരു ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴും പോവും എന്നുള്ളതിനാണ് യാഥാർത്ഥ്യം. ഈ കോമ്പറ്റീഷനെ അതിജീവിക്കാൻ സ്റ്റാർട്ടപ്പുകൾക്ക് സാധിക്കുന്നുണ്ടോ കേരളത്തിൽ? കോമ്പറ്റീഷനെ ഒരുവിധം അതിജീവിക്കുന്നുണ്ട്. കാരണം ഇപ്പോഴും ഈ ക്ലയൻറ്റിൻ്റെ ഭാഗത്ത് നോക്കുമ്പോഴും, ഞാൻ നേരത്തെ റിസോഴ്സിൻ്റെ ഭാഗത്ത് നോക്കുന്ന പോലെ തന്നെ ക്ലയൻറ്റിൻ്റെ ഭാഗത്ത് നോക്കുമ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള ഔട്ട്പുട്ട് കുറച്ച് റേറ്റ് കുറവിൽ സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് കിട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന ഇഷ്ടംപോലെ ക്ലയൻസ് ഉണ്ട്. ഞങ്ങൾക്ക് അതുപോലെ ഇൻഡസ്ട്രിക്കകത്ത് വലിയ ക്ലയൻസിനെ ഞങ്ങൾക്ക് അതുപോലെ കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ പറയുന്നത് ഭയങ്കര വലിയ റേറ്റ് കുറവിൽ, പിന്നെ ഞാൻ ബേക്കി ആപ്ലിക്കേഷൻ കൊടുത്ത പോലെ ആളുകൾക്ക് കൊടുക്കുന്നുണ്ടെന്നല്ല, അത് എൻ്റെ ഒരു ചെറിയൊരു യൂസ് കേസ് മാത്രമായിരുന്നു. ബട്ട് അതിൻ്റെ ഒരു എന്താ പറയുക, നമ്മളിവിടെ ഇൻഡസ്ട്രിക്കകത്ത് വലിയ കമ്പനികൾ ബില്ല് ചെയ്യുന്ന ബില്ലിംഗ് റേറ്റിനൊക്കെ കുറവ് റേറ്റിൽ, അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന സർവീസിനേക്കാളും കുറവ് റേറ്റിൽ സർവീസ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത് ക്വാളിറ്റി സർവീസാണ്. അത് പുതുതായിട്ട് വന്ന ആളുകളാണ്. ഇപ്പോൾ ഇവരെല്ലാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുക്കുന്നത് എന്നുള്ളൊരു അവബോധം ആളുകൾക്കുണ്ട്. അപ്പോൾ അത് ഈ പറയുന്ന ക്ലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അവർ അങ്ങനത്തെ സർവീസുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവിടെയുള്ള വലിയ കമ്പനികൾ
ഇപ്പോൾ നമ്മുടെ ഉള്ള ഇന്ത്യക്കകത്തുള്ള വലിയ വലിയ കമ്പനികൾ ലൈക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ പണക്കാർ നടത്തുന്ന കമ്പനികൾ ഇവിടുത്തെ സ്റ്റാർട്ടപ്പുകളുടെ സർവീസ് എടുക്കുന്നുണ്ട്. കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളുടെ സർവീസ് എടുക്കുന്നുണ്ട്. കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളെ വെച്ചിട്ട് അവർ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രൊഡക്റ്റ് മറ്റേ കോടിക്കണക്കിന് ആളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അതെ, അങ്ങനെ കേരളത്തിൽ നിന്ന് ഏറ്റവും സക്സസ് ആയിട്ടുള്ള കുറച്ച് ഉദാഹരണങ്ങൾ ഓർമ്മയിലുണ്ടെങ്കിൽ? കേരളത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത്, അതായത് IT സ്റ്റാർട്ടപ്പ് മേഖലയ്ക്കകത്ത് ഒരുപാട് കമ്പനികളുണ്ട്. നമ്മുടെ ഇവിടെ വലിയ ഫണ്ടിങ്ങും അല്ലെങ്കിൽ വലിയ രീതിയിലും പോയ കമ്പനികൾ ഈ IoT അല്ലെങ്കിൽ റോബോട്ടിക്സ് അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ ഇൻഡസ്ട്രിക്കകത്ത് വർക്ക് ചെയ്യുന്ന കമ്പനികളാണ് കൂടുതലായിട്ടും പോയത്. അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കപ്പെട്ട ഒരുപാട് കമ്പനികളുണ്ട്. നമ്മളിപ്പോൾ പറയുന്ന നമ്മുടെ ഫസ്റ്റ് ഹോം ഒരു സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങിയതാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇൻ്റർവെല്ലിനെ കുറിച്ച് നമ്മളെല്ലാവരും കേൾക്കുന്നില്ല. ഇൻ്റർവെല്ല് ഇതേപോലെ തന്നെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ലൈക്ക് ഒരു സ്കൂൾ എടെക് കമ്പനിയാണ്. അപ്പോൾ എടെക് കമ്പനി വലിയ രീതിയിൽ ഇന്ത്യക്കകത്തുനിന്ന് വലിയ രീതിയിൽ ഫണ്ടിങ്ങൊക്കെ കിട്ടി. എനിക്ക് തോന്നുന്നു ലോകത്തെ പല സ്ഥലങ്ങളിലും 25,000-ഓളം അല്ലെങ്കിൽ അതിലധികം വരുന്ന ക്ലയൻസിനെയൊക്കെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ഒരു ഇൻഡസ്ട്രി ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ എനിക്കറിയാവുന്ന നമ്മളിവിടെ സ്റ്റാർട്ടപ്പ് മിഷനകത്ത് തന്നെയുള്ള വന്ന 1-2 ട്രാൻസൈറ്റ് എന്ന് പറയുന്ന കമ്പനികളൊക്കെ അവർക്ക് ഇയർലി ഭയങ്കര വലിയ റവന്യൂ. നമ്മുടെ ഇവിടുത്തെ കംപ്ലീറ്റ് ഈ എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ GPS സംവിധാനം വേണം വണ്ടികളിൽ നിന്നുള്ള നിർബന്ധമൊക്കെ വന്നല്ലോ. അതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് ചിപ്പ് ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ കമ്പനികൾ നമ്മുടെ ഇവിടെ ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെ തുടങ്ങി പുറത്തേക്കൊക്കെ പോയ ഇഷ്ടംപോലെ ആളുകളുണ്ട്. നമ്മൾ പലപ്പോഴായിട്ടും കേട്ട പേരുകൾ ഇപ്പോൾ നമുക്കറിയാം ടെക്ജൻഷ്യ അതിൽ ഒന്നാണ്. അപ്പോൾ ഇവരെയൊക്കെ പേഴ്സണലി അറിയാവുന്നതുകൊണ്ടുള്ള ഗുണങ്ങളുണ്ട്. നമ്മുടെ എൻട്രി ആപ്പ് ഒരു സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങി രക്ഷപ്പെട്ട കമ്പനിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കമ്പനികളുണ്ട്. അതിനകത്തെല്ലാം അവർ അത്രയും കഷ്ടപ്പെട്ട് അതിനകത്ത് നിന്ന ആളുകളാണ്. ഇൻഡസ്ട്രിയെക്കുറിച്ച് നല്ല അറിവുള്ള ആളുകളാണ്. ഏത് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ കയറുന്നത്? ഇപ്പം ഹെൽത്ത്, ഫിൻടെക്, അങ്ങനെ ഒരു മേഖല തിരിച്ചെടുത്താൽ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ വരുന്നത് ഏത് മേഖലയിലാണെന്ന് പറയാൻ പറ്റും? എനിക്ക് തോന്നുന്നു എടെക് സ്റ്റാർട്ടപ്പുകൾ ഒരുപാട് തുടങ്ങി ഇവിടെ. അത് പക്ഷേ കുറേ എല്ലാം ഇപ്പോൾ കുറേ നിന്ന് പോകുന്നൊരു അവസ്ഥ വന്നിട്ടുണ്ട്. നമുക്ക് IoT മേഖലയ്ക്കകത്ത് ഇഷ്ടംപോലെ സ്റ്റാർട്ടപ്പുകൾ ശരിക്കുമുണ്ട്. അത് പല സാധ്യതകളുണ്ട് അതിന്. IoT മേഖലയ്ക്കകത്ത് ഇഷ്ടംപോലെ സ്റ്റാർട്ടപ്പുകൾ കേരളത്തിലുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ കൊച്ചിയിൽ നോക്കുകയാണെങ്കിലും ഉണ്ട്. പിന്നെ എല്ലാം പർട്ടിക്കുലർ പ്രൊഡക്റ്റുകൾ, അതായത് ഒരു പർട്ടിക്കുലർ മേഖലയിലുള്ള ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടുണ്ടാക്കിയ സ്റ്റാർട്ടപ്പുകളാണ് കൂടുതലുള്ളത്. അതങ്ങനെ ഒരു ഇൻഡസ്ട്രിക്കകത്ത് മാത്രം നിൽക്കുന്നത്, ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ട് അതിനെ പറയാൻ പറ്റില്ല. അത് മൊത്തത്തിൽ നമ്മുടെ ഇവിടെ ഉള്ള നാട്ടിലെ ആളുകൾക്ക്, ജനങ്ങളുടെ ആ ഒരു വലിയ നമ്പറാണല്ലോ നമ്മുടെ നാടെന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് ജനങ്ങളുണ്ടല്ലോ. ആ നമ്പറിൽ ഉള്ള ആളുകളെ, മാക്സിമം ആളുകളെ ഓൺബോർഡ് ചെയ്ത് ക്ലൈൻ്റാക്കി മാറ്റാൻ പറ്റുമോ നോക്കുന്ന തരം സ്റ്റാർട്ടപ്പുകളാണ് ഇവിടെ കൂടുതലുള്ളത്. അൺഎക്സ്പ്ലോർഡ് ആണെന്ന് തോന്നിയിട്ടുള്ളൊരു മേഖലയുണ്ടോ കേരളത്തിൽ? അങ്ങനെ കേരളത്തിനകത്ത് ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ഇവിടുത്തെ ഈ ടൂറിസം മേഖലയൊക്കെ അൺഎക്സ്പ്ലോർഡ് ആയിട്ട് കിടക്കുന്ന ഒരു മേഖലയായിരുന്നു. പക്ഷേ ഒരുപാട് മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞങ്ങളൊക്കെ അന്ന് തുടങ്ങുന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് ടൂറിസം മേഖലയ്ക്കകത്ത് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആളുകൾ വരുമ്പോൾ അവർക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഏരിയ ഇല്ലാതെ, ഇത് മാർക്കറ്റ് ചെയ്യാനൊന്നും ഏരിയ ഇല്ലാത്തൊരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നന്നായിട്ട് ഇപ്പോൾ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഞാൻ അത്തരം കാര്യങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കാത്ത ഒരാളായതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ. പക്ഷേ അങ്ങനെ ഒരു അൺഎക്സ്പ്ലോർഡ് എന്ന് പറയാൻ ഇല്ല. നമ്മുടെ ഇവിടെ ഇപ്പോൾ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ ഫുഡ് ഇൻഡസ്ട്രിക്കകത്തൊക്കെ ഒരുപാട് കമ്പനികൾ വരുന്നുണ്ട്. ഫുഡ് ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ ഈ സ്റ്റാർട്ടപ്പ് എന്നുള്ള ഏതൊരു കമ്പനിയാണെങ്കിലും അവിടെ ഒരു വർക്ക് ഫോഴ്സിനെ മാനേജ് ചെയ്യുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം ഇപ്പോൾ IT ഇൻഡസ്ട്രിയിലാണ്, മൊത്തം കോർപ്പറേറ്റ് മേഖലയിൽ കേൾക്കുന്ന ഏറ്റവും വലിയൊരു വിമർശനം അവിടുത്തെ ഒരു വർക്ക് കൾച്ചറിനെ കുറിച്ചാണ്. അവിടുത്തെ ഒരു ജോലിയുടെ സ്വഭാവം, അതിൻ്റെ സമയം, റെമ്യൂണറേഷൻ, ഇതെല്ലാം പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അത് എങ്ങനെയാണ് സ്വന്തം കമ്പനി നടത്തിയതിൻ്റെയും ജോലി ചെയ്തതിൻ്റെയും എല്ലാം അനുഭവത്തിൽ? തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ എന്താ പറയുക, IT ഇൻഡസ്ട്രിയിലെ ആളുകളാണ് ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് വിധേയനാകുന്നത് നേരിട്ട് കണ്ട് ഒക്കെ അനുഭവമുള്ള ആളാണ്. നമ്മളുടെ സുഹൃത്തുക്കളാണെങ്കിലും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതിനകത്ത് ഈ പറയുന്ന സമയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരുപാട് സമയം കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്നു അവർക്ക്. നമ്മളിപ്പോൾ പറയുന്ന വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളത് ഒട്ടും ഇല്ലാത്ത രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ കേൾക്കുന്ന പല ഇൻഡസ്ട്രിക്കകത്ത് ഈ പ്രശ്നങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഇൻഡസ്ട്രി തന്നെയാണ് IT. അതിനകത്ത് എനിക്ക് തോന്നുന്നു ചില ആളുകൾക്ക് ഭയങ്കര മോഹനസുന്ദരമായ ലൈക്ക് സാലറീസ് എങ്കിലും ഉണ്ട്. അതുമില്ലാത്ത ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മളൊരിക്കലും നമ്മളിവിടെ കൊച്ചിയിൽ അല്ലെങ്കിലോ ബാംഗ്ലൂരോ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇന്ത്യയുടെ പല മേഖലകളിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന IT സ്റ്റാഫുകൾക്ക് നമ്മുടെ ഇവിടെ സാധാരണ വേറെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ര പോലും സാലറി ഇല്ലാത്ത ആളുകൾ ഇഷ്ടംപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്.
അതിനകത്തുനിന്ന് വളരെ കുറച്ച് ആളുകൾക്ക് അതായത് ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് വരുന്ന ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ അവർ ചെലവഴിക്കുന്ന സമയത്തിനനുസരിച്ചുള്ള റെമ്യൂണറേഷൻ കിട്ടുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യാനുണ്ട്. അതിൽ പല സംഘടനകൾ ഇടപെടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരൊക്കെ അത്യാവശ്യം നന്നായിട്ട് സംഘടനകൾ ഇടപെട്ട് തുടങ്ങി. കൊച്ചിയിൽ അത്ര കാര്യമായിട്ടുള്ള ഇടപെടലുകൾ വന്നിട്ടില്ല. അത്ര ഇടപെടലുകൾ വരണം. കാരണം നമ്മളവിടെ ഒരിക്കലും നമുക്ക് എല്ലാവർക്കും അറിയാം, സമയമാണ് നമ്മൾ വെക്കുന്നത്. ഏതൊരു തൊഴിലാളിയും, ഇപ്പോൾ നമ്മൾ IT വേണ്ട ഏതൊരു തൊഴിലാളിയും സമയമാണ് വെക്കുന്നത്. ഈ സമയം തന്നെയാണ് IT കമ്പനി വിൽക്കുന്നത്. ഈ സമയത്തിന് IT കമ്പനിക്ക് നല്ല രീതിയിലുള്ള പൈസ തരാനുള്ള ക്ലയൻസ് ലോകത്തിൻ്റെ പല മേഖലയിലുണ്ട്. അവരത് വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ അവർ റിസോഴ്സുകൾക്ക് സ്വാഭാവികമായിട്ടും കുറഞ്ഞ രീതിയിൽ കൊടുത്താൽ മതി, എന്നിട്ട് അവരെ കൊണ്ട് കൂടുതൽ സമയം വർക്ക് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കൾച്ചർ നമ്മുടെ അവിടെ ഉണ്ട്. ഇപ്പോൾ നാരായണമൂർത്തിയുടെ അടുത്ത ദിവസത്തെ ഒരു പ്രസ്താവന, ആഴ്ചയിൽ 70 മണിക്കൂർ വർക്ക് ഹവേഴ്സ് വേണമെന്നൊരു പ്രസ്താവന. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ എങ്ങനെയാണ് IT മേഖല അഭിമുഖീകരിക്കാൻ പോകുന്നത്? എങ്ങനെയാണ് അതിന് മറികടക്കാൻ സാധിക്കുക? എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മളുടെയൊക്കെ തലമുറ അല്ലെങ്കിൽ അതിന് മുന്നത്തെ തലമുറ ചിലപ്പോൾ ഗവൺമെൻറ് ജോലി മതി, അത് കഴിഞ്ഞിട്ട് പിന്നത്തെ തലമുറ മാറിയപ്പോൾ ഇപ്പോൾ അത്യാവശ്യം പൈസയുള്ള ജോലി മതി എന്നുള്ള ഒരു പൈസ ഉണ്ടാക്കുക, വീടുണ്ടാക്കുക, അതിനകത്തുനിന്നൊക്കെ മാറിയിട്ട് ഇപ്പോഴത്തെ തലമുറ, ഇപ്പോൾ ഞാനിപ്പോൾ ഞങ്ങളുടെ ഏറ്റവും ജൂനിയറായിട്ട് എടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി എടുത്ത ആളുകൾ, അതായത് നമ്മളെ 2000-നൊക്കെ ശേഷം ജനിച്ച ആളുകൾ, അവരൊക്കെ ഇപ്പോൾ മറ്റേ ബിടെക് കഴിഞ്ഞ് ഇറങ്ങിയ ആളുകളുണ്ടല്ലോ, 99, 2000 അതിന് ശേഷം ജനിച്ച ആളുകൾ, അവരൊക്കെ വർക്ക് ലൈഫ് ബാലൻസ് വേണം എന്ന് വിചാരിക്കുന്ന ആളുകളാണ്. അവർക്കത് വേണം. അപ്പോൾ അവരൊരിക്കലും എനിക്ക് തോന്നുന്നില്ല ഇങ്ങനൊരു കൾച്ചറിൽ കൂടുതൽ നാൾ ഇത്തരം കമ്പനികളിൽ അവർ വർക്ക് ചെയ്യില്ല. അത് ഈ റിസോഴ്സുകളെ കിട്ടാത്ത അല്ലെങ്കിൽ റിസോഴ്സുകൾക്ക് സ്വാഭാവികമായിട്ടും ഇതേപോലെ വർക്ക് ലൈഫ് ബാലൻസ് കൊടുക്കാൻ പറ്റാത്ത കമ്പനികളിൽ റിസോഴ്സുകൾ കിട്ടാതെ ആവുകയും അവർ പോളിസി മാറ്റുകയും ഇത് സ്വമേധയാ മാറ്റം വരുത്തുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. അവർക്ക് മാറ്റേണ്ടി വരും എന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. കാരണം അത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ അവിടെ ഒരാൾക്ക് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഇപ്പോൾ ഇന്ന് വർക്ക് ഫ്രം ഹോം വേണോ, അല്ലെങ്കിൽ ഇന്ന് ഇന്ന കാര്യത്തിന് പോകണം, അല്ലെങ്കിൽ നീ 2 മണിക്കൂർ പോയിട്ട് വാ എന്ന് പറയുന്ന തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഞാനാണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങളുടെ HR മാനേജറാണെങ്കിലും നടത്തുള്ളൂ. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അവർക്കത് എൻ്റെ ലൈഫിനെ കൂടി ഈ കമ്പനി കൺസിഡർ ചെയ്യുന്നുണ്ടെന്ന് ഇത് വരും. പക്ഷേ നമുക്ക് ഒരിക്കലും വലിയൊരു കമ്പനിക്കകത്ത് പോയിട്ട് ഇത്തരം കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആളുകളില്ല, അവരത് കേൾക്കാൻ തയ്യാറാവില്ല എന്നുള്ളത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ്, ഇന്നത്തെ തലമുറ, പുതിയ വരുന്ന തലമുറ വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലാത്ത ഒരു കമ്പനിക്കകത്ത് നിയർ ഫ്യൂച്ചറിൽ വേണമെങ്കിൽ ഒരു 3-4 വർഷത്തിന് ശേഷം ഇത് മൊത്തത്തിൽ ഇത് മാറാനുള്ള സാധ്യത നന്നായിട്ട് കാണാൻ. അതെങ്ങനെ മാറുമെന്നുള്ളതാണ്. ഇതിപ്പോൾ ഒരു സെൽഫ് റെഗുലേഷൻ ഉണ്ടാവും, സ്വയം ഒരു നിയന്ത്രണം. അതെ. അതെയോ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടൽ ഈ മേഖലയിൽ ആവശ്യമാണ്? അല്ല, ഗവൺമെൻറ് ഇടപെടലുകളോ അല്ലെങ്കിൽ നിയമങ്ങളോ ഇല്ലാത്തതുകൊണ്ടല്ല, അത് പാലിക്കപ്പെടുന്നില്ല. അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ അത് ഇപ്പോൾ എനിക്ക് മറ്റേ 10 മണിക്കൂർ വർക്ക് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു 10 പേരുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളവർ അതിന് എന്താ പറയുക, അത്തരം ചെയ്യാത്ത ആളുകളെ അടുത്ത സാലറിയിലേക്ക് വരുമ്പോൾ തഴയപ്പെടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാനവിടെ കൂടുതൽ സമയം ഇരുന്നാലേ ഉള്ളൂ അല്ലെങ്കിൽ കൂടുതൽ ജോലി ചെയ്യാനുള്ളൂ എന്നുള്ള ഒരു വിചാരം വരുന്നതാണ്. പക്ഷേ എല്ലാവരും ആ തരത്തിൽ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ സിറ്റുവേഷൻ അവിടെ വരുന്നില്ലല്ലോ. IT മേഖലയിലും ഇപ്പോൾ ട്രേഡ് യൂണിയൻ പോലെയുള്ള സംഘടനകൾ, തൊഴിലാളി സംഘടനകൾ രൂപപ്പെട്ടു വരുന്ന കാലഘട്ടമാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഞാൻ എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ നമുക്ക് അറിയാവുന്ന ആളുകളാണ് ബാംഗ്ലൂർ ഇത്തരം സംഘടനകളെല്ലാം നടത്തുന്നത്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് അതിനകത്തേക്ക് ഒരുപാട് ആളുകൾ കടന്നു വരികയും അവർ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരാൾ 10 മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് 10 പേരെ ഒരുമിച്ച് ഈ പറയുന്ന വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന 10 പേരെ ഒരുമിച്ച് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയും പിന്നെ അത് പ്രൊമോട്ട് ചെയ്യില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 8 മണിക്കൂറേ വർക്ക് അവേഴ്സ് ഉള്ളൂ എന്നുള്ള തിരിച്ചറിവ് എംപ്ലോയീസിന് വന്നു എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ അത് നിർത്താൻ നിർബന്ധിതരാകും. അപ്പോൾ അത് പറയാൻ ആളില്ലാത്തതിൻ്റെ ഒരു കുഴപ്പം നമ്മുടെ ഇവിടെ ഉണ്ട്. അത് പറയാനുള്ള ആളുകളും സംഘടനകളും വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൽ മാറ്റം വരേണ്ടതാണ്. ഒരു സംരംഭകൻ എന്ന നിലയിൽ ഈ വർക്ക് ലൈഫ് ബാലൻസ് എങ്ങനെയാണ് നമ്മുടെ സ്ഥാപനത്തിൽ, നമ്മുടെ സംരംഭത്തിൽ കീപ്പ് ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ആവശ്യമുള്ള സമയത്ത് നമ്മളങ്ങനെ പറയുന്നത്, ഇപ്പോൾ എൻ്റെ കൂടെ ബേക്യൂ ആപ്ലിക്കേഷൻ ടീമിലുണ്ടായിരുന്ന ആളുകൾ അന്ന്, കാരണം അത് ഇറക്കുക എന്ന് പറയുന്നത് ഇതുപോലൊരു എന്താ പറയുക ടൈറ്റ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂളിനകത്ത് വർക്ക് ചെയ്യുമ്പോൾ അവർ 16 മണിക്കൂറും 18 മണിക്കൂറും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതേ ആളുകൾ തന്നെ എൻ്റെ കൂടെ വേറെ പ്രോജക്റ്റിനകത്ത് ഞാനീ പറഞ്ഞതുപോലെ 6 മണിക്കൂർ 5 മണിക്കൂർ വർക്ക് ചെയ്തിട്ട് രേതേട്ട എൻ്റെ വർക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ സിനിമയ്ക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. സെയിം ഒരേ ആളുകളെ. അപ്പോൾ അത്തരം കാര്യങ്ങൾ, അതായത് നമ്മളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു ഒരു സംരംഭം നടത്തുന്നു, അവിടെ ഒരു 10-100 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് ഈ പറയുന്ന മാനേജ്മെൻറ്റായിട്ടോ ഈ HR മാനേജറായിട്ടോ അല്ലെങ്കിൽ ഇത് മാനേജ് ചെയ്യുന്ന ടീം ലീഡ്സ് ആയിട്ടൊക്കെ സ്വാഭാവികമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൊടുത്ത് അവരെ നമ്മൾ വിശ്വാസത്തിലെടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാനുള്ളൊരു, നമ്മൾ അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഒരു വർക്ക് വെള്ളിയാഴ്ച തീരണം,
ഓക്കെ, അവരത് ഇപ്പോൾ ഇന്ന് ലീവ് എടുത്താലും തീരും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ അവനോട് ലീവ് എടുത്തോളം പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല, അവനെ തീർക്കും. അപ്പോൾ ആളെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ലീഡർഷിപ്പ്, ആ ലീഡർഷിപ്പിലേക്ക് നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ്, എൻ്റെ അഭിപ്രായത്തിനകത്ത് മാനേജ്മെൻറ്റ് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക. അത് ഈ പറയുന്ന ലീഡ് ചെയ്യുന്ന ആളുകൾക്ക് ഓക്കെ ഇത് തീരും, അവൻ ലീവ് എടുത്താലും തീരും എന്ന് പറയുന്ന തരത്തിലേക്ക് ലീഡർ മാറണം. അല്ലാതെ അവന് ലീവ് കൊടുക്കണ്ട, അത് തീരാൻ സാധ്യതയില്ല എന്ന് പറയുന്ന ലീഡറും, അതാണ് വ്യത്യാസം. നമ്മളൊരു ലീഡേഴ്സായിട്ട് മാറുക, നമ്മൾ മാനേജേഴ്സിന് പകരം ഒരു ലീഡർമാരായിട്ട് മാറുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും അങ്ങനെയാണ് കമ്പനിക്കകത്ത് പറയാറ്. ഒരിക്കലും ആളെ മാനേജ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കില്ല. MNCകളിലൊക്കെ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊരു ചാനലില്ല എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ചാനലില്ല അവർക്ക് മുകളിലുള്ള. അത് പല സ്ഥലത്തും ഇപ്പം നമ്മൾ ഭയങ്കര കോർപ്പറേറ്റ് ആയിട്ടുള്ള എല്ലാ ഇൻഡസ്ട്രിക്കകത്തും ഈ പറഞ്ഞ രീതിയിൽ മുകളിലേക്ക് ഒരു ലെവൽ മുകളിലേക്ക് പോലും ഒരു കാര്യം പറയാൻ, അത് പറഞ്ഞു കഴിഞ്ഞാലുള്ള റെസ്പോൺസ് അവർക്ക് അതിൻ്റെ മുകളിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്. അത് ആ ആളുടെ കുഴപ്പമായിരിക്കില്ല, അതിൻ്റെ മുകളിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുള്ള ചാനൽ കൊടുത്താൽ മാത്രമേ ആൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഞങ്ങളത് കൊടുത്തു പോകുന്നൊരു ആളുകളാണ് തീർച്ചയായിട്ടും. ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് സ്റ്റാർട്ടപ്പ് രംഗത്തെ റാങ്കിങ് പാരാമീറ്റേഴ്സിലെല്ലാം കേരളം ഒരുപാട് മുന്നിലാണ്. ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളുടെ നിരയിലേക്ക് കേരളം മാറിയിട്ടുണ്ട്. എന്താണ് അതിന് കാരണം തോന്നിയിട്ടുള്ളത്? അത് നമ്മളെടുത്ത പോളിസീസ് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എന്ത് സംരംഭം തുടങ്ങിയാലും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെല്ലാവരും പ്രൊഡക്റ്റ് കമ്പനിയാണ് ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിലൊക്കെ കാണുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. ശരിക്കും പ്രൊഡക്റ്റ് കമ്പനികളുണ്ട്, സർവീസസ് കമ്പനികളുണ്ട്. ഞാൻ നടത്തുന്നത് ഞങ്ങൾ സർവീസസ് കമ്പനി നടത്തുന്ന ആളാണ്. അപ്പോൾ ഈ സർവീസസ് കമ്പനി തുടങ്ങിയാലും എനിക്ക് പ്രൊജക്റ്റ് തരാൻ ഇവൻ ഗവൺമെൻറ് പോലും തയ്യാറായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഇത്തരം ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇത്തരം വലിയ സ്കെയിൽ 1 കോടി രൂപ വരെയുള്ള പ്രൊജക്റ്റുകൾ നേരിട്ട് സ്റ്റാർട്ടപ്പുകൾക്ക് കൊടുക്കാനുള്ള ഗവൺമെൻറ് ഓർഡർ അവിടെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ കോൺഫിഡൻസ് കൂടുകയാണ് ഇവിടെ ഒരു സർവീസ് കമ്പനി തുടങ്ങാൻ. എനിക്ക് ധൈര്യമായിട്ട് തുടങ്ങാം. എനിക്ക് ടെക്നോളജി അറിയാവുന്ന ഒരാൾക്ക് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ ഇന്ന ടെക്നോളജി അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഞാനൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കും എന്നുള്ള കോൺഫിഡൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. പിന്നെ നമ്മുടെ പോളിസീസിനകത്ത് വന്ന മാറ്റം, നമ്മളിവിടെ ഈ പറയുന്ന വ്യവസായ സൗഹൃദമാക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചുറപ്പിച്ച് ഇറങ്ങിയ ഒരു സിറ്റുവേഷനിലെ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നടക്കുമെന്നുള്ളതിന് തെളിവാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന അവാർഡുകളും അംഗീകാരങ്ങളും എല്ലാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിനുവേണ്ടി എല്ലാവരും ഒരു എൻ്റയർ വർക്ക് ഫോഴ്സ്, നമ്മുടെ ഇവിടുത്തെ യൂത്ത് ആണെങ്കിലും സംരംഭകരാണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും ഒഫീഷ്യൽസ് ആണെങ്കിലും എല്ലാവരും ഇവിടുത്തെ പൊളിറ്റിക്കലായിട്ടുള്ള ലീഡർഷിപ്പ് ആണെങ്കിലും എല്ലാം അതിന് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് കണ്ടു മുന്നോട്ട് പോകുന്നു. എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് മേഖലയിൽ ഇപ്പോൾ ഡിജിറ്റൈസേഷനും ഓഫീസ് പോലുള്ള കാര്യങ്ങളെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ കൂടുതൽ സാധ്യതകൾ സ്റ്റാർട്ടപ്പുകൾക്കുണ്ട് എന്ന് തോന്നുന്നു. അവിടെ പുതിയ സാധ്യതകൾ എന്തെങ്കിലും തുറന്നു വരുന്നതായിട്ട് തോന്നുന്നുണ്ട്? പുതിയ സാധ്യതകൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് സംസാരിച്ചല്ലോ. അപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഹാൻഡിൽ ചെയ്യാനുള്ള ഡാറ്റ എന്ന് പറയുന്നത് ഭയങ്കര ലാർജ് സ്കെയിൽ ഡാറ്റ ആയിരിക്കും എപ്പോഴും. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ഈ ലാർജ് സ്കെയിൽ ഡാറ്റ കൈൻഡ് ഓഫ് മീനിങ് ഫുൾ ഡാറ്റയാക്കി മാറ്റുക. അപ്പോൾ അതൊരു ബിഗ് ഡാറ്റ അനാലിസിസിൻ്റെ അപ്പുറത്തേക്ക് അതിനകത്തുനിന്ന് എന്തെങ്കിലും കൈൻഡ് ഓഫ് നമ്മൾ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള, നമ്മളന്ന് കൊറോണ സമയത്തൊക്കെ ട്രൈ ചെയ്ത കാര്യങ്ങൾ ഓർമ്മയില്ലേ, അങ്ങനത്തെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക. അതായത് നമ്മളിപ്പോൾ ഡിജിറ്റൈസേഷൻ കഴിഞ്ഞ് ഇപ്പോൾ നമ്മളെ എല്ലാ മേഖലയിലും അപ്ലിക്കേഷൻസും കാര്യങ്ങളും, ഇപ്പോൾ നമ്മളൊക്കെ കുറേ അപ്ലിക്കേഷൻസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, അതെല്ലാം വന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഗവൺമെൻറ്റിലത്തെ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഒരു AI എനേബിൾഡ് ആക്കി മാറ്റാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഓപ്പണാണ് എൻ്റെ അഭിപ്രായത്തിൽ. അങ്ങനെയുള്ള സാധ്യതകൾ ഏതെങ്കിലും തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതായിട്ട് അറിയാമോ? ചർച്ച ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഗവൺമെൻറ് തലത്തിൽ തന്നെ ചർച്ച ചെയ്യുന്നുണ്ടെന്ന്. ഇനിയിപ്പോൾ ഒരു അടുത്ത സമീപ ഭാവിയിൽ കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം കൂടുതൽ ശോഭനമായ ഒരു തരത്തിലേക്ക് പോകുമെന്നുള്ളൊരു വിശ്വാസം തീർച്ചയായിട്ടും ഉണ്ട്. ഞാനത് ഇവിടെ കുറച്ചും കൂടി വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിവിടുത്തെ മെൻറ്റർഷിപ്പിനകത്ത് നമുക്ക് കുറച്ചും കൂടി ക്വാളിറ്റിയുള്ള ആളുകളെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ നന്നായിരിക്കും. അതായത് നമ്മളൊരു ഐഡിയ ആയിട്ട് പോവുകയാണ്. ആ ഐഡിയ ഇപ്പോൾ നമുക്ക് പലർക്കും പല സമയങ്ങളിലും പല ഐഡിയാസും തോന്നും. ഈ ഐഡിയ ആയിട്ട് നമ്മളൊരു ആളെടുത്ത് പോകുമ്പോൾ അത് നടക്കില്ല എന്ന് പറയാനുള്ള ഒരാൾ സത്യത്തിൽ അങ്ങനെ ഒരാൾക്കാരുടെ കുറവ് ഞാൻ കാണുന്നുണ്ട്. അതായത് ഇത് വർക്കൗട്ട് ആവില്ല, അതായത് ഒരാൾ ഐഡിയ ആയിട്ട് പോയി കഴിഞ്ഞാൽ അതിനെ അനാവശ്യമായി പ്രോത്സാഹിപ്പിക്കരുത്. നമ്മൾ പറയില്ലേ, പ്രോത്സാഹിപ്പിച്ച് പിന്നെ അയാൾ തെറ്റുകളിൽ നിന്നും പഠിച്ച് ഒരു 3-4 വർഷം കഴിഞ്ഞ് പഠിക്കുന്നതല്ല. അതായത് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ, അതായത് ഈ ഒരു ഐഡിയ, ഇതിൻ്റെ മാർക്കറ്റ് സൈസ് എന്താണ്, നീ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇത് ഒരു രണ്ടാമതൊരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയാൻ പറ്റുന്ന തരത്തിൽ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞതുപോലെ പറയാൻ പറ്റിയ ആളുകൾ വേണം. എന്തിനേയും പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്ന പരിപാടിയിൽ നിന്ന് മാറിയിട്ട് കൃത്യമായിട്ടുള്ള അനാലിസിസ് നടത്തി ഇത് വർക്കൗട്ട് ആവില്ല എന്ന് പറയാൻ പറ്റുന്ന മെൻറ്റർമാരെ നമുക്ക് കുറച്ച് ആവശ്യമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം പ്രോത്സാഹനം നന്നായി
ലഭിക്കുന്നുണ്ട്. ഇപ്പുറത്തെ അത് എൻ്റെ വരുംവരായികളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. അത് മെൻറ്റർ ചെയ്യാനുള്ള ആളുകളുടെ യഥാർത്ഥ മെൻറ്ററിങ് അതാണല്ലോ ശരി. അതെ അതെ അതെ. അതിന് ഒരുപക്ഷെ ഇൻഡസ്ട്രിയിൽ നിന്ന് കൂടുതൽ എക്സ്പേർട്ടിനായി ഈ മേഖലയിൽ എക്സ്പോഷർ ഉള്ള ആളുകൾ ഗവൺമെൻറ് സംവിധാനങ്ങളുടെ ഭാഗമായ ഒരുപക്ഷെ അത് സാധ്യമാവും. ഇനി നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. നമ്മളൊരു സ്റ്റാർട്ടപ്പിനെ കുറിച്ചും സ്റ്റാർട്ടപ്പ് എങ്ങനെയാണ് തുടങ്ങുന്നതിനെക്കുറിച്ചും അതിൻ്റെ റിസോഴ്സ് കണ്ടെത്തുന്നതിനെക്കുറിച്ച് ഫണ്ടിങ് സംബന്ധിച്ച് മാർക്കറ്റിംഗ് സംബന്ധിച്ച് എല്ലാം ഡിസ്കസ് ചെയ്തു. അവസാനമായി ഇനിയൊരു സ്റ്റാർട്ടപ്പ് കേരളത്തിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു സംരംഭകനോട് പുതിയൊരു ഐഡിയയുമായിട്ട് വരുന്ന ഒരാളോട് എന്താണ് ഇത്ര നാളത്തെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്? നമുക്ക് ഒരാളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു ഐഡിയ, അത് എന്ത് വേണമെങ്കിലാവും. ഒരാളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് ഒരാളുടെയെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ഗുണമുണ്ടാക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ഒരു ഐഡിയ ആയിട്ട് നമുക്ക് ധൈര്യമായിട്ട് കേരളത്തിലെ സ്റ്റാർട്ടപ്പ് സിസ്റ്റത്തിലേക്ക് നമുക്ക് ഇറങ്ങാം. കാരണം ഇവിടെ അത് ആ ഐഡിയ എക്സിക്യൂട്ട് ചെയ്യാനും അത് സഹായിക്കാനും അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻറ്റേഷൻ സമയത്തും എല്ലാം സപ്പോർട്ട് ചെയ്യാനും പറ്റുന്ന ഒരു കുറേ സംവിധാനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്. ആ സംവിധാനങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അതല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു ഐഡിയ മാത്രമായിട്ട് വരുന്നതിന് പകരം നമ്മൾ ആ സംവിധാനങ്ങളെക്കുറിച്ച് മുഴുവൻ പഠിച്ച് ഇപ്പോൾ തൻ്റെ കഴിവ് എവിടെയാണ്, ആരൊക്കെയാണ് കൂടെ വേണ്ടത്, ഫണ്ടിൻ്റെ ആണോ കുറവ്, മാർക്കറ്റിങ്ങിൻ്റെ ആണോ കുറവ്, അല്ലെങ്കിൽ എന്താ പറയുക ഈ പറഞ്ഞ പോലെ തന്നെ IT സപ്പോർട്ടാണോ വേണ്ടത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള സപ്പോർട്ടാണോ വേണ്ടത്, അത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ അത്തരം ആളുകളെ കൂടെ കൂട്ടി നമ്മൾ ഒരു സംരംഭമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയിക്കും. അത് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ആദ്യം പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യണം. ഇത് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് അയാളുടെ ഒരു 5 മിനിറ്റ് എങ്കിൽ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ ലാഭിക്കാൻ അത് സമയം എന്നുള്ളത് പറയുന്നത് അത് അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള മാറ്റം വരുന്നത്, അയാൾക്ക് എന്തെങ്കിലും സാധിക്കാത്തൊരു കഴിവ് നമ്മൾ ഈ ഒരു സാധനം വഴി നേടിക്കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ജീവിതത്തിലൊരു മാറ്റം വരുത്താൻ പറ്റുന്ന എന്താ ഐഡിയയ്ക്കും നമ്മുടെ നാട്ടിൽ സ്കോപ്പ് ഉണ്ട്. അതിപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളിലെല്ലാം എനിക്ക് തോന്നുന്നു വളരെ നല്ല സ്കോപ്പുള്ളൊരു സംസ്ഥാനമായിട്ടാണ് കേരളത്തിൽ തോന്നുന്നത്. അപ്പോൾ വളരെ നന്ദി ശ്രീ രജിത് രാമചന്ദ്രൻ. കേരളത്തിൽ സ്റ്റാർട്ടപ്പ് രംഗത്ത് സാധ്യതകൾ നിലനിൽക്കുന്നുവെന്നും ഒരു ആശയവുമായി എത്തിയാൽ വരവേൽക്കാൻ ഒരു സംവിധാനം ഇവിടെ ഉണ്ടെന്നും മാധ്യമങ്ങളും സിനിമകളും മുന്നോട്ട് വെച്ച ചില പൊതുബോധ്യങ്ങൾക്കപ്പുറം സംരംഭകർക്ക് വളരാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയ്ക്കുള്ള സാധ്യതകളുടെ ഒരു ലോകം നമുക്ക് മുന്നിലുണ്ട് എന്നും വിശദമാക്കി തരികയും അവർക്ക് നേരിടേണ്ടി വരാൻ സാധ്യതയുള്ള വെല്ലുവിളികളെക്കുറിച്ചും അവർക്ക് സംഭവിക്കാനിടയുള്ള തെറ്റുകളെക്കുറിച്ചും പരാജയ സാധ്യതകളെക്കുറിച്ചും വിശദീകരിച്ച വളരെ സാർത്ഥകമായ ഒരു സംസാരമായിരുന്നു. വളരെ നന്ദി. ഇനിയും ഇത്തരം മേഖലകളിൽ കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കാൻ താങ്കളുമായി സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. നന്ദി.